പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഒരു സാക്ഷ്യവുമായി നിങ്ങളോടൊപ്പം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വരുന്നതിന് ദൈവം ഒരുക്കി തന്ന നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളുമായി നിങ്ങളോടൊപ്പം സമയം വേർതിരിപ്പാൻ കർത്താവ് കൃപ ചെയ്തതുപോലെ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിത അനുഭവങ്ങളെ പങ്കുവയ്ക്കുന്നതിന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാബു ജോസഫ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. പാസ്റ്റർ സാബു ജോസഫിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ലോർഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സന്തോഷമായിരിക്കുന്നു. ഓക്കെ, പാസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് മൂവാറ്റുപുഴയിൽ നിന്നാണ്. ഇന്ത്യ വെൽഫെയർ ക്രൂസൈഡിന്റെ മൂവാറ്റുപുഴ സെക്ടർ ഓഫീസിലാണ് ഇപ്പോൾ ഉള്ളത്. എന്റെ സ്വന്തം ദേശം ചങ്ങനാശ്ശേരിയാണ്. ഭാര്യയും 2 കുട്ടികളുമുണ്ട്. ഭാര്യയുടെ പേര് രജനി സാബു, മക്കള് സേബ സാബു. കുടുംബത്തെയാണ് 3 വയസ്സുള്ള ഒരു ആൺകുഞ്ഞുണ്ട്. ഇളയ മകള് ഫെലീസ സാബു PG പഠിക്കുന്നു. ഇതാണ് എന്റെ. ആകട്ടെ, കർത്താവിന്റെ ദാസനെ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസൻ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുടർമാനമായിട്ട് സംസാരിക്കാം. കർത്താവിന്റെ ധന്യമുള്ള തിരുനാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊന്നിച്ച് കർത്താവിന്റെ മഹിമ കണ്ട ഒരു സാക്ഷിയായി നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് മുഖാന്തരം ഒരുക്കിയ ബഹുമാന്യ കർത്തൃദാസൻ പ്രിയ ഡാനിയൽ ജോൺ പാസ്റ്റർക്കും തൻ്റെ കുടുംബത്തിനും അരോമ ടി വിയുടെ എല്ലാ ബഹുമാന്യരായ പ്രേക്ഷകർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ എൻ്റെ സ്വന്തം ദേശം ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരി ടൗണിനോട് അടുത്ത് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയാണ് എൻ്റെ താമസം. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് ഒരു റോമൻ കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ മാതാപിതാക്കള് ഞങ്ങൾ 4 മക്കളാണ്. ഏറ്റവും മൂത്തത് ഞാനാണ്. എനിക്ക് ഇളയത് അനിയനും അതിൻ്റെ ഇളയത് 2 സഹോദരിമാരുമാണ്. 3 പേരും വിവാഹിതരായി കുടുംബസ്ഥരായി കഴിയുന്നു. എൻ്റെ ഭവനത്തിൽ നിന്ന് മറ്റാരും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് ഈ കർത്താവിന്റെ രക്ഷ അനുഭവിക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നു. കുടുംബത്തിലുള്ള മറ്റു പ്രിയപ്പെട്ടവരൊക്കെ ആ സമുദായ പാരമ്പര്യത്തിൽ തന്നെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കത്തോലിക്ക പാരമ്പര്യത്തിലാണ് ജനിച്ചു വളർന്നത്. ഒരു സാധാരണ കുടുംബത്തിലാണ്, കർഷക തൊഴിലാളി കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്നാൽ എൻ്റെ ബാല്യകാലങ്ങളൊക്കെ വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. എൻ്റെ പിതാവും മാതാവിൻ്റെയും സ്നേഹലാളനകൾ അനുഭവിച്ച് വളരുവാൻ കർത്താവ് ഭാഗ്യം തന്നു. കുടുംബത്തിൽ പൊതുവെ വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷമായിരുന്നു. അച്ഛനങ്ങനെ മദ്യപാനമോ മറ്റ് സ്വഭാവ ദൂഷ്യങ്ങളൊന്നുമില്ല. കുടുംബത്തിൽ വളരെ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നു. എൻ്റെ പ്രാഥമിക സ്കൂൾ വിദ്യാഭ്യാസം ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പൂർത്തിയാക്കി. 85-87
കാലഘട്ടത്തിൽ ചങ്ങനാശ്ശേരിയിലെ പ്രസിദ്ധമായ സെന്റ് ബെർഗ്മാൻസ് കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ചെയ്യുവാൻ കർത്താവ് ഭാഗ്യം തന്നു. എൻ്റെ പിതാവ് എനിക്ക് വളരെ സ്വാതന്ത്ര്യം നൽകിയാണ് എന്നെ വളർത്തിയത്. ഞങ്ങൾ സഹോദരങ്ങളെല്ലാം വളരെ ഫ്രീ ആയിട്ട്, പിതാവിനോടും മാതാവിനോടും സഹോദരങ്ങൾ തമ്മിലും ഒക്കെ വളരെ ഫ്രീ ആയിട്ട് ഇടപഴകുവാനുള്ള ഒരു സ്വാതന്ത്ര്യം തന്നിരുന്നു. അച്ഛൻ എന്നെ കൂടെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ പിതാവ്, അതായത് എൻ്റെ മുത്തച്ഛൻ, വളരെ കർക്കശക്കാരനായിരുന്നു. യാതൊരു വിധത്തിലുമുള്ള സ്വാതന്ത്ര്യവും നൽകാതെയാണ് എന്നെ വളർത്തിയത്. എന്നാൽ എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ വളരരുത്, അവർക്ക് ഞാൻ എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകി തരുന്നുണ്ട്, പക്ഷേ നിങ്ങളത് ദുരുപയോഗം ചെയ്യരുത് എന്ന് കൂടെ പറയുമായിരുന്നു. അച്ഛൻ അങ്ങനെ ശിക്ഷിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ലായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം എങ്ങാണ്ട് ഞാൻ അച്ഛൻ്റെ കയ്യിൽ അടി വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ നാട്ടിൽ ബാല്യകാലത്തിലൊക്കെ വളരെ മര്യാദക്കാരനായ ഒരു പൊതുവെ ശാന്തശീലനും മര്യാദക്കാരനും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ വളരെ സ്വഭാവികമായ ഒരു കുട്ടിയായിരുന്നു. എന്നാൽ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ കാലത്ത് ലഭിച്ച സ്വാതന്ത്ര്യവും കൂട്ടുകെട്ടും എന്നെ എൻ്റെ വിദ്യാഭ്യാസ ജീവിതം താറുമാറാക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു. കൂട്ടുകാർ കൂടി സിനിമ കാണുന്ന, ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകുന്ന സ്വഭാവം, ഇതൊന്നും വീട്ടിൽ അറിയാതെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ കൂട്ടുകാരായിരുന്ന 2-3 പേര് ആ കോളേജിൽ സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെ ഉഴപ്പ് കാണിച്ചാലും ഇവരുടെയൊക്കെ ദൃഷ്ടിയിൽ പെടും. എന്നാൽ പോലും അതിനെയും വിട്ടിച്ചുകൊണ്ട് ഞാൻ ഉഴപ്പ് നിർബാധം തുടർന്നു. എന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാക്കണമെന്നുള്ളത് അച്ഛൻ്റെ വലിയൊരു ജീവിതാഭിലാഷമായിരുന്നു. അച്ഛൻ്റെ വലിയൊരു പ്രതീക്ഷയായിരുന്നു. ഞാൻ ഒരു ജോലിക്കാരനായി കാണണമെന്നുള്ളത് അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്നാൽ അച്ഛൻ്റെ പ്രതീക്ഷകളെ ഞാൻ പാടെ തകിടം മറിച്ചു. ഞാൻ ആ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അച്ഛനൊരു അന്നത്തെ കാലത്ത് ഈ കാർഡടിച്ച് ചിട്ടി നടത്തുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അങ്ങനെ ഈ ചിട്ടിയുടെ കളക്ഷന് പോകുന്നതും പൈസ ബാങ്കിൽ ഇടുന്നതും എൻ്റെ അക്കൗണ്ടിലായിരുന്നു. പലപ്പോഴും ഈ പൈസയൊന്നും അക്കൗണ്ടിൽ ഇടാതെ കോളേജ് കാലത്ത് കൂട്ടുകാർ കൂടി അത് ദൂർത്തടിച്ച്, അങ്ങനെ ചെറുപ്പം മുതൽ പൈസ ധാരാളമായിട്ട് ചെലവഴിച്ച് അതൊക്കെ പിന്നീട് പിതാവിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഫൈനൽ എക്സാമിന് എനിക്ക് പരീക്ഷ എഴുതുവാൻ അറ്റൻഡൻസ് ഇല്ലാത്ത കാരണത്താൽ എനിക്ക് പരീക്ഷ എഴുതുവാൻ സാധിച്ചില്ല. പിതാവ് പിന്നെയും എന്നെ നിർബന്ധിച്ചു, നിനക്ക് ആവശ്യമുള്ളിടത്തോളം ഞാൻ പഠിപ്പിക്കാം, എന്നാൽ ഞാനിനി പഠിക്കുന്നില്ല, എനിക്കെന്തെങ്കിലും തൊഴിൽ സമ്പാദിച്ചാൽ മതി എന്നുള്ള നിർബന്ധത്തിൽ ഞാൻ അങ്ങനെ ഒറ്റക്കാലിൽ നിന്നു. എൻ്റെ നിർബന്ധത്തിന് പിതാവ് വഴങ്ങി. 1987 മുതൽ ഞാൻ ചങ്ങനാശ്ശേരിയിലെ പ്രമുഖനായ ഒരു അഡ്വക്കേറ്റിന്റെ ക്ലർക്കായിട്ട് ജോലിക്ക് കയറുവാൻ ഇടയായി. അങ്ങനെ ജോലിക്ക് കയറുവാൻ ഇടയായത് എന്നേക്കാൾ അല്പം ഒക്കെ പ്രായത്തിൽ മൂത്തതാണ് എൻ്റെ ഒരു സുഹൃത്ത്. അദ്ദേഹം അന്നവിടെ അഡ്വക്കേറ്റിന്റെ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. കോളേജിൽ പോകുന്ന സമയത്ത് ക്ലാസ്സിൽ കയറാതെ ഇദ്ദേഹവുമായിട്ട് കൂടിയാണ് ഞാൻ നടക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ആ സുഹൃത്ത് ബന്ധം പിരിയാതെ ഞങ്ങൾക്ക് എപ്പോഴും ഒന്നിച്ചുണ്ടാകാൻ വേണ്ടിയിട്ട് ആ സ്നേഹിതന്റെ ശ്രമഫലമായിട്ടാണ് എനിക്കും അങ്ങനെ അഭിഭാഷകന്റെ ക്ലർക്കായിട്ട് ജോലി ചെയ്യുവാൻ അവസരം ലഭിച്ചത്. ആ സമയത്തൊക്കെ ഈ വക്കീൽ എന്ന് പറഞ്ഞാല്
ഒരു പ്രത്യേക വിഭാഗക്കാർക്ക്, പ്രത്യേക സമുദായക്കാർക്ക്, അത് പ്രായമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ജോലിയായിരുന്നു. ചെറുപ്പക്കാരായിരുന്നു അങ്ങനെ കടന്നു ചെന്നിട്ടില്ലാത്ത ഒരു മേഖലയായിരുന്നു. എന്നാൽ എനിക്ക് ദീർഘമായ 25 വർഷക്കാലം ചങ്ങനാശ്ശേരിയിലും തിരുവല്ലയിലും കോട്ടയത്തുമായി പ്രമുഖരായ അഭിഭാഷകരുടെ കൂടെ ജോലി ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ചു. അതും ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. കാരണം ഞാൻ ജോലി ചെയ്തിരുന്ന അനേക പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകരുണ്ട്. അതിൽ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിയായിരിക്കുന്ന ശ്രീ സതീഷ് നൈനാൻ സാറ്, അദ്ദേഹത്തിന്റെ പിതാവ് ബഹുമാനപ്പെട്ട റിട്ടയർഡ് ജഡ്ജിയായിരുന്ന ON നൈനാൻ സാറ് തിരുവല്ലയിലെ അതേ ഓഫീസിൽ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന തിരുവല്ലയിലെ MLA-യും മന്ത്രിയുമായിരുന്ന മുൻ മന്ത്രിയുമായിരുന്ന ബഹുമാനപ്പെട്ട മാത്യു ടി തോമസ് MLA അവറുകളെ, അതുപോലെ ഈ കഴിഞ്ഞ ടൈമിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ K അനന്തഗോപൻ സാറ്, തിരുവല്ലയിലെ തന്നെ പ്രമുഖ അഭിഭാഷകനായിരുന്ന കോൺഗ്രസിന്റെ നേതാവായിരുന്ന KPCC മെമ്പറായിരുന്ന ശ്രീ ഉമ്മൻ അലക്സാണ്ടർ സാറ്, ചങ്ങനാശ്ശേരിയിലെ PJ കുര്യൻ സാറ്, അങ്ങനെ പ്രമുഖരായ പലരുടെയും കൂടെ ജോലി ചെയ്യുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അപ്പോൾ തന്നെ ഞാൻ ജോലി ചെയ്തതൊക്കെ വളരെ കേസുള്ള തിരക്കുള്ള ഓഫീസുകളിലായിരുന്നത് കൊണ്ട് തന്നെ വേഗത്തിൽ എനിക്ക് ഈ കേസിന്റെ കാര്യങ്ങൾ പഠിക്കുവാനും ഈ ജോലി സംബന്ധമായ നൂലാമാല ഉള്ള കേസുകളുടെയൊക്കെ കാര്യങ്ങൾ എനിക്ക് വേഗത്തിൽ പഠിക്കുവാൻ സാധിച്ചു. എന്നേക്കാൾ സീനിയറായിട്ടുള്ള പലർക്കും അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ എനിക്ക് വേഗത്തിൽ ഗ്രഹിക്കുവാൻ സാധിച്ചു. ഞാൻ എൻ്റെ ജോലിയിൽ വളരെ സമർത്ഥനാണെന്നുള്ള ഒരു പേര് എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഏത് ഓഫീസിൽ ചെന്നാലും മിക്കവാറും കേരളത്തിലുള്ള മിക്കവാറും കോടതികളിലൊക്കെ അന്നത്തെ സീനിയറായിട്ടുള്ള അഭിഭാഷകർക്കൊക്കെ എന്നെ അറിയാമെന്നുള്ള ഒരു നിലയുണ്ടായിരുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെ ആണ് ബാല്യവും കൗമാരവും ഒക്കെ പിന്നിടുവാൻ ഇടയായിത്തീർന്നത്. വളരെ നല്ല വരുമാനം ലഭിക്കുന്ന ഇപ്പോഴത്തെ ഞാൻ പലപ്പോഴും ചിലയിടങ്ങളിലൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ഇങ്ങനെ എൻ്റെ ജോലിയുടെ ഇതിൽ ഇന്ന പോലെ വരുമാനം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ചിലരൊക്കെ കഴിഞ്ഞ ദിവസം വ്യക്തിപരമായിട്ട് ഒരാളോട് സുവിശേഷം പറഞ്ഞപ്പോൾ അദ്ദേഹം തമാശയായിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ലഭിച്ച വരുമാനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോ അങ്ങ് തള്ളണോ ചേട്ടാ? ഞാൻ പറഞ്ഞത് അത് എത്ര താങ്കൾക്ക് ഇഷ്ടമുള്ളതുപോലെ അത് കുറയ്ക്കാം, എനിക്കതിൽ വിരോധമുണ്ട്. പറഞ്ഞത് അന്ന് ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാരണം, ഞാൻ അന്ന് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരൊക്കെ PSCയുടെ പരീക്ഷ എഴുതുമ്പോൾ ഞാൻ അവരെയൊക്കെ പരിഹസിക്കാറുണ്ടായിരുന്നു. വേറെ ജോലിയൊന്നും ഇല്ലേ, കാരണം അതുപോലെ എനിക്ക് വരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു സ്വാഭാവികമായിട്ടൊരു അഹങ്കാരം എന്നിലുണ്ടായിരുന്നു. കാരണം രാഷ്ട്രീയപരമായിട്ട് നിയമപരമായിട്ട് എനിക്ക് സമൂഹത്തിലെ പ്രമുഖ വ്യക്തികളുമായിട്ടൊക്കെയുള്ള സ്നേഹബന്ധവും സ്വാധീനവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എന്നെ ആർക്കും ഒരു കാര്യത്തിലും തോൽപ്പിക്കുവാനില്ല, പരാജയപ്പെടുത്തുവാനില്ല എന്നുള്ളൊരു സ്വകാര്യ അഹങ്കാരം. അതുപോലെ തന്നെ ഞാൻ ജോലിയിൽ സമർത്ഥനായതുകൊണ്ട് ഇന്ന വക്കീലിന്റെ കൂടെ ജോലി ചെയ്തിരുന്നു. ആ ജോലി എന്ന് പറഞ്ഞാൽ നാളെയെ കുറിച്ച് ഒരു സ്ഥിരതയില്ല. നാളെ വക്കീൽ പറയുക നീ ജോലിക്ക് വരണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു. എന്നാൽ എനിക്കുള്ള സ്വകാര്യ അഹങ്കാരം, എന്നെ ഈ ഓഫീസിൽ വേണ്ടെങ്കിൽ എന്നെ ജോലിക്ക് വിളിക്കുവാൻ വേറെ ഓഫീസുകളുണ്ട്. ഞാൻ ഒരു വക്കീൽ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ ആ കോടതിയിലുള്ള മറ്റു ഓഫീസുകളിലെയൊക്കെ പ്രശ്നസങ്കീർണമായ ജോലികളൊക്കെ ചെയ്യുവാൻ എന്നെ വിളിക്കും. ഞാൻ അതിനൊക്കെ അവരോട് എമൗണ്ട് പറഞ്ഞ വക്കീൽമാരോടൊക്കെ ഞാൻ ഇന്നതുപോലെ തുക പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് ഞാൻ ആ ജോലി ചെയ്തു കൊടുക്കാറുള്ളത്.
തിരുവല്ലയിലെ പറഞ്ഞ സതീഷ് ഞാനാൻ സാറിന്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ 45ഓളം നാഷണലൈസ്ഡ് ബാങ്കിന്റെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു സാറ്. ഈ 45ഓളം ബാങ്കിന്റെ കേസുകള്, പ്രമുഖരായ ചിട്ടി കമ്പനികളുടെ കേസുകള്, തിരുവല്ലയിലെ ഏറ്റവും സമ്പന്നരായിരുന്ന വ്യക്തികളുടെ കേസുകൾ, അങ്ങനെ ആയിരുന്നത് കൊണ്ട് സാറ് ഞാൻ സാറ് റിട്ടയർഡ് ജഡ്ജിയാണ്. അദ്ദേഹം വളരെ നീതിമാനായിരുന്ന, ഇപ്പോഴത്തെ ഞാൻ പറയുമ്പോൾ വിശ്വാസികളെക്കാൾ അദ്ദേഹം മാർത്തോമാ സമുദായത്തിലാണെങ്കിൽ പോലും വളരെ ദൈവഭയമുള്ള ആളും നീതിനിഷ്ഠനുമായിരുന്നു അദ്ദേഹം. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ഒരു വ്യക്തിയോട് ഒരു കേസുമായിട്ട് ഒരാൾ വന്നാൽ തന്നെ അതിൽ 100% ന്യായവും സത്യവും ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാലേ അദ്ദേഹം ആ കേസ് എടുക്കട്ടെ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടുന്ന് ഞാൻ പറഞ്ഞതുപോലെ ജോലിയിൽ സമർത്ഥനായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ പൈസ കക്ഷികളോട് ഫീസ് മേടിക്കുന്ന കാര്യത്തിലും ഞാനൊരു ഷൈലോക്കായിരുന്നു. കാരണം ആൾക്കാർക്ക് വേദനിപ്പിക്കാതെ അവരുടെ കയ്യിൽ നിന്ന് ഫീസ് മേടിക്കാൻ എനിക്ക് പ്രത്യേക ചാതുര്യമുണ്ടായിരുന്നു. കാരണം എൻ്റെ സഹപ്രവർത്തകരായിരുന്ന പലരും 100-200 രൂപയ്ക്കൊക്കെ കക്ഷികളുമായിട്ട് വഴക്കടിക്കുമ്പോൾ ഞാൻ വളരെ നിസ്സാരമായിട്ട് 10,000 ഒക്കെ അവരുടെ നിന്ന് വാങ്ങും. വക്കീൽ തന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് പറഞ്ഞിട്ടുണ്ട്, നീ അവനെ കണ്ടുപിടിക്കേ, അവൻ വാങ്ങിച്ചാൽ ആർക്കും ഒരു പരാതിയും ഇല്ലല്ലോ, നീ നിസ്സാര പൈസ ആരോടെങ്കിലും ചോദിക്കും കക്ഷികളുമായിട്ട് കടന്നു എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്ത് പലർക്കും എന്നോട് അസൂയയും ഉണ്ടായിരുന്നു. എന്നാലേ ഇങ്ങനെ ജീവിതം മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിലെ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് എനിക്ക് സ്ഥിരമായിട്ട് ഒരു ഓഫീസിൽ ജോലി ചെയ്യാൻ സാധിക്കാതെ വന്നു. കാരണം 6 മാസം, 1 വർഷം, 2 വർഷം ഒരു വക്കീലിന്റെ കൂടെ ജോലി ചെയ്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് മടുപ്പ് തോന്നുക. വക്കീലിന് അത് തൃപ്തിക്കുറവൊന്നും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ഞാൻ തന്നെ അവിടെ നിന്ന് തുടങ്ങി ഞാൻ പറയും, ഞാൻ ഇനി ജോലിക്ക് വരില്ല, ഞാൻ മറ്റൊരു ഓഫീസിൽ ജോലി ചെയ്യും. അങ്ങനെ ഒരു ഓഫീസിൽ കൃത്യമായിട്ട് എനിക്ക് തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു മുസ്ലിം സ്നേഹിതൻ, അദ്ദേഹം അവരുടെ ഫാമിലി സംബന്ധമായ കുത്തുതർക്കത്തെ ചൊല്ലി, മുസ്ലിമാണ്, അദ്ദേഹത്തിന് അമ്മ 2 വിവാഹം കഴിച്ചതാണ്. അപ്പൊ ആ 2 വിവാഹ ബന്ധത്തിലുള്ള മക്കളുമായിട്ട് ഉള്ള തർക്കത്തെ തുടർന്ന് ഒരു കൊലപാതക കേസിൽ താൻ പ്രതിയായി. താൻ ആ കേസിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടിയിട്ട് പരിമലയിലുള്ള ഒരു ആൾദൈവമായിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ ചെന്നു. അങ്ങനെ അവന്റെ നിർബന്ധത്തിന് വഴങ്ങി എന്നെ കൂടി അവൻ അവിടേക്ക് കൊണ്ടുപോയി. കാരണം ഞാൻ ചെന്നത് എനിക്ക് ജോലിക്ക് ഒരു സ്ഥിരത ലഭിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ചെന്നതായിരുന്നു. പറഞ്ഞതുപോലെ അവര് പറഞ്ഞതുപോലെയുള്ള കർമ്മങ്ങളും ക്രിയകളും ഒക്കെ ചെയ്ത് വലിയ സംഖ്യ കൊടുത്ത് ഇതൊക്കെ ചെയ്തു. ക്രമേണ ഞാനും ആ മുസ്ലിം സ്നേഹിതനും ആ ആശ്രമത്തിലെ അന്തേവാസികളായി മാറി. അവിടെ ഒരു ക്ഷേത്രം പണിയുവാനും അതിൻ്റെ പൂജാകാര്യങ്ങളിൽ മുഖ്യ സഹായിയായി നിൽക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. അങ്ങനെ അവിടെ പാർക്കുന്ന സമയത്ത് ആൾദൈവമായിരിക്കുന്ന ആ സ്ത്രീയുടെ, അവർ വിശ്വർമ്മ സമുദായത്തിൽപ്പെട്ടാണ്, അവരുടെ സഹോദരൻ അന്നത്തെ അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ വലിയ നേതാവാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പാർട്ടിക്കാർ ആൾദൈവങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം രൂപപ്പെടുത്തിയപ്പോൾ അതിനെ ചേർത്ത് നിൽക്കുവാൻ ഞാനും ഈ എൻ്റെ കൂട്ടുകാരും കൂടി അതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി. അങ്ങനെ അവിടെ ഒരു ക്ഷേത്രം പണിക്ക് വേണ്ടിയിട്ട് എനിക്ക് ജോലിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും പിന്നെ ഇതേപോലെ അവരുടെ നോട്ടീസൊക്കെ അച്ചടിച്ച് ഓരോ ആൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ വീടുകളിലൊക്കെ കാൽനടയായിട്ട് ഇങ്ങനെ കൊണ്ട് വിതരണം ചെയ്യുവാനൊക്കെ ഞാൻ അതിനിടയ്ക്ക് സമയം കണ്ടെത്തി. വലിയ തീക്ഷ്ണതയോടുകൂടി ഞാൻ അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ചു. ഒരു 6-7 വർഷക്കാലം ജോലിയോടൊപ്പം തന്നെ ഞാൻ അവിടെ താമസിച്ചുകൊണ്ട് ഈ ക്ഷേത്രകാര്യങ്ങളിലെ ശുശ്രൂഷ സഹായിയായിട്ട് എൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് അവിടെ ഒരു ക്ഷേത്രം ഉയർത്തുവാൻ സാധിച്ചു. എന്നാൽ
ദൈവത്തിന്റെ കൃപയാല് എൻ്റെ വീട്ടുകാരെന്നെ അവിടെ നിന്ന് മടക്കി കൊണ്ടുപോകുവാൻ ആവുന്നത് പരിശ്രമിച്ചു. ഞാൻ അതിൽ നിന്നും വഴിപ്പെടാതെ അവിടെ തന്നെ തുടർന്നു. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം എന്നെ അവിടെ നിന്നും വേർതിരിച്ചു. ആ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് മുൻപായി എന്നെ ദൈവം അവിടെ നിന്ന് വേർതിരിച്ചു. കാരണം രമ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ, നീ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന് എന്നെ കുറിച്ച് മുന്നമേ ഉദ്ദേശവും വ്യക്തമായ പദ്ധതിയും ഉണ്ടായിരുന്നത് കൊണ്ട് തക്ക സമയത്ത് ദൈവം എന്നെ അവിടെ നിന്നും വേർതിരിക്കുവാൻ ഇടയായി. എൻ്റെ വീട്ടുകാർ എനിക്ക് വേണ്ടിയിട്ട് ഒരു വിവാഹം ആലോചിച്ചു. അങ്ങനെ ഞാൻ പെണ്ണ് കണ്ടു. വീട്ടുകാർ, ഞാൻ മറ്റഭിപ്രായമൊന്നും പറഞ്ഞില്ല. ഞാൻ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ ഭാര്യയുടെ ഒരു കണ്ടീഷൻ മാത്രം പറഞ്ഞു. ഞങ്ങൾ കത്തോലിക്കരാണ്, ഭാര്യയൊക്കെ തീർച്ചയായി പശ്ചാത്തലത്തിലാണ്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, ഞാൻ ക്ഷേത്രത്തിൽ പോകും, അതിന് തടസ്സം പറയരുത്. തനിക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ഇഷ്ടമുള്ള ആചാര മര്യാദകൾ സ്വീകരിക്കാം, എനിക്കതിന് യാതൊരു തടസ്സവുമില്ല. എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാനോ തടസ്സപ്പെടുത്തുവാനോ വരില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നാൽ വിവാഹശേഷം എൻ്റെ ജീവിതം പാടെ മാറി മറിയുവാൻ ഇടയായിട്ടുണ്ട്. കാരണം പറഞ്ഞതുപോലെ വിവാഹം കഴിഞ്ഞ് ചില നാളുകൾക്ക് ശേഷം എൻ്റെ ജോലിയിൽ എനിക്ക് സ്ഥിരത നഷ്ടമായി. ഞാൻ നിന്നുകൊണ്ടിരുന്ന നല്ല ഓഫീസിൽ നിന്നും മാറുവാനിടയായി. പിന്നീട് ഞാൻ എത്തപ്പെട്ടത് ഡെയിലി ദിവസവും 10,000 രൂപ 14,000 രൂപ ലഭിച്ചിരുന്ന സ്ഥാനത്ത് നിന്നും തുച്ഛമായ 100 രൂപ ശമ്പളത്തിൽ ഒരു വക്കീലിന്റെ കൂടെ ജോലിക്ക് കയറേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞാൻ ആ ജോലിക്ക് കയറിയ സമയം മുതൽ കുടുംബത്തിലെ സകല ഉത്തരവാദിത്തങ്ങളും, സഹോദരങ്ങളുടെ മാതാപിതാക്കളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും, വീട്ടുചെലവ് ഉൾപ്പെടെ സകല ഉത്തരവാദിത്തങ്ങളും നോക്കി നടത്തിയിരുന്നത് ഞാനായിരുന്നു. വിവാഹശേഷം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഞാനത് വീട്ടുകാരോടൊന്നും ആ ബുദ്ധിമുട്ട് അറിയിച്ചില്ല. 100 രൂപയെ ലഭ്യമാവുന്നുള്ളെങ്കിലും ഭാര്യയുടെ സ്വർണം പണയം വെച്ചും ഒക്കെ ഞാൻ പണം കണ്ടെത്തി വീട്ടിലെ കാര്യങ്ങൾ മുറയ്ക്ക് നടത്തി. എന്നാൽ വിവാഹത്തിന് മുൻപുണ്ടായിരുന്നത് പോലെ അമ്മ ആവശ്യങ്ങൾ പറയുമ്പോഴൊക്കെ സാമ്പത്തികം കൊടുത്തിരുന്നത് പോലെ കൊടുക്കുവാനുള്ള സാഹചര്യം എനിക്കില്ലാതെ വന്നപ്പോൾ പെട്ടെന്ന് വീട്ടുകാരുടെ ചിന്ത, ഞാൻ വിവാഹം കഴിഞ്ഞപ്പോഴാണ് വീട്ടിലേക്ക് സാമ്പത്തികം നേരത്തതുപോലെ കൊടുക്കാതിരുന്നത്, അതുകൊണ്ട് ഈ സാമ്പത്തികം മുഴുവൻ ഞാൻ ഭാര്യയെ ഏൽപ്പിക്കുകയാണ്, ഭാര്യ ഇതൊക്കെ ഭാര്യ വീട്ടിലേക്ക് കടത്തുകയാണെന്നുള്ളൊരു ചിന്ത അവരെ ധരിച്ചു. അങ്ങനെ കുടുംബത്തിൽ പ്രശ്നങ്ങളുടെ ആരംഭമായി. അതൊക്കെ എന്നെ ഈ രക്ഷയിലേക്ക് കൂട്ടിവരുത്തുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കി. അങ്ങനെ കുടുംബത്തിൽ സമാധാനമില്ലാത്ത ഒരു സ്ഥിതി സംജാതമായി. ഞാന് മാതാപിതാക്കളോട് ചെറുപ്പം മുതലേ എനിക്ക് വലിയ ഭക്തിയും സ്നേഹവും ബഹുമാനവുമായിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നടക്കുന്ന വിഷയങ്ങളിൽ ഞാൻ ഇടപെടാതെ മാറി നിന്നു. കാരണം മാതാപിതാക്കളോട് കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല, അവരെ വേദനിപ്പിക്കരുത് എന്നുള്ള ചിന്തയിൽ ഞാൻ ഭാര്യയോട് പറയും, അവരെന്തൊക്കെ പറഞ്ഞാലും നീ അതൊന്ന് ക്ഷമിക്കണം, സഹിക്കണം, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞു, അവരോടുള്ള ദേഷ്യം കൂടെ വേണം എന്നോട് തീർക്കൂ എന്ന് പറയും. പക്ഷേ അമ്മയും സഹോദരിമാരും ഒക്കെ അവരെല്ലാവരും ഒറ്റക്കെട്ടായി, ഭാര്യ മാത്രം ഏകയായി ഒരു വശത്ത്. ഞാനും അവർക്കൊരു സഹായമാകുന്ന ഒരു വാക്കുണ്ടെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. എനിക്ക് വീട്ടുകാരെ കണക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ എങ്ങും തൊടാതെ ഞാൻ മൂക്കറ്റം മദ്യപിച്ച് വരും. നന്നേ അർദ്ധരാത്രിക്കാണ് ഞാൻ കയറി വരുന്നത്. നേരം പുലർച്ചയ്ക്ക് തന്നെ ഞാൻ സ്ഥലം വിടും. ഈ നടക്കുന്ന വിഷയങ്ങളൊന്നും അറിയാതെ ഞാൻ ഇതിൽ നിന്നൊക്കെ ഒന്ന് ഒളിച്ചോടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ഭാര്യ വളരെ കഷ്ടതകൾ അവിടെ അനുഭവിക്കുവാൻ ഇടയാക്കിയിരുന്നു. എനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു. മകളുടെ
മൂത്ത മകള് സേബ എന്നാണ് അവരുടെ പേര്. 1 വയസ്സ് പൂർത്തിയായപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ വളരെ ഗംഭീരമായിട്ടൊക്കെ ആഘോഷിച്ചു. പിറ്റേ ആഴ്ചയിൽ സാധാരണ നിലയിൽ കുഞ്ഞിനൊരു പനി വന്നു. ആ പനി ഫിക്സായിട്ട് മാറി. ഫിക്സിന്റെ അസുഖം ഉണ്ടായി. ഞങ്ങള് വൈഫിന്റെ വീട് ആലപ്പുഴ ജില്ലയിലെ കാവാലത്താണ്. അവിടെ നിന്ന് പുളിയകുന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോയി. അവിടെ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനിങ്ങനെ തുടർമാനമായിട്ട് അസുഖം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഈ ഫിക്സ് ഒന്ന് വരിക, ബോധം നഷ്ടപ്പെടുക, അങ്ങനെ ഒരു ദിവസം 28-ലധികം തവണ അസുഖം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ കുട്ടികളുടെ ആശുപത്രിയിൽ ICUവിൽ കുഞ്ഞിനെ പ്രവേശിപ്പിച്ചു. 10-20 ദിവസത്തോളം ഞങ്ങൾ ICUവിൽ കിടന്നു. അതിനുശേഷം 10 ദിവസം വാർഡിൽ കഴിഞ്ഞു. അങ്ങനെ 1 മാസത്തെ ആശുപത്രി മാസത്തിന് ശേഷമായിട്ട് ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. കുഞ്ഞിനെ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. ആദ്യമായിട്ട് കുഞ്ഞിനെ അസുഖമുണ്ടായി ആശുപത്രിയിൽ പോകുമ്പോൾ എൻ്റെ കൂടെ ആശുപത്രിയിൽ നിൽക്കുവാൻ 18 പേര് രാപ്പകൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ എന്നെ വിളിച്ച് പറഞ്ഞു, കൂടെ നിൽക്കുന്നവരുടെ ശല്യമാണ്, അവരെ പറഞ്ഞു വിട്ടില്ല എങ്കിൽ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ നിൽക്കുന്നവരെ ഒന്ന് പറഞ്ഞു വിടുവാൻ ഞാൻ വലിയ പാടുപെട്ടു. ഞാൻ പറഞ്ഞതുപോലെ വിവാഹത്തിന് മുൻപും എനിക്ക് വലിയ സുഹൃത്ത് വലയം ഉണ്ടായിരുന്നു. ലഭിക്കുന്ന ഭൗതിക നന്മ വീട്ടു ചെലവിലെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് കൊടുത്തതിന് ശേഷം ബാക്കി മുഴുവൻ കൂട്ടുകൂടി തീർക്കുന്ന സ്വഭാവമായിരുന്നു. കാരണം നാളേക്ക് കരുതി വെക്കേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ നേരം വെളുത്ത് 9 മണിക്ക് വക്കീൽ ഓഫീസ് തുറന്നു കഴിഞ്ഞാൽ പോക്കറ്റ് നിറയെ പൈസ വരും. അന്ന് കിട്ടുന്നത് അന്നന്ന് തീർക്കുക, പിറ്റന്നേക്കുള്ളത് ദൈവം കരുതിയിട്ടുണ്ട്. അതാണ് എൻ്റെ ചിന്ത. എന്നാൽ കുഞ്ഞിനെ ഡോക്ടർമാർ നിർദ്ദേശിച്ചതുപോലെ തന്നെ മരുന്ന് ഗുളികയൊന്നും മുടങ്ങാതെ കൊടുക്കണം, സമയം തെറ്റാതെ നേരം തെറ്റാതെ കൃത്യമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളത് കൃത്യമായിട്ട് പാലിച്ചു. പക്ഷേ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും ഇതേപോലെ അസുഖമുണ്ടായി. പിന്നീട് അതൊരു തുടർക്കഥ പോലെയായി. ഓരോ 3 മാസം കൂടുമ്പോഴും ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഓരോ മാസം കഴിയേണ്ട സ്ഥിതി വന്നു. അതിനിടയിലാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ. ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കും ഇടയിൽ നിൽക്കുന്ന ഒരു പുരുഷന് അതിൻ്റെ പ്രയാസം എന്താണെന്ന് മനസ്സിലാകുന്നത്. ഞാനിപ്പോൾ ഇത് ചിരിച്ചുകൊണ്ട് പറയുന്നെങ്കിലും അന്ന് ഞാൻ അനുഭവിച്ച ആ മാനസിക വേദ, പക്ഷെ അതൊക്കെ ദൈവത്തിന് പിന്നെ എന്നെ ഉപയോഗപ്പെടുത്തുവാനുള്ള, തകർന്നുപോയ അനേക കുടുംബങ്ങളെ പണിയുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. കാരണം അനുഭവിച്ചറിഞ്ഞ വേദന മറ്റുള്ളവരുടെ വിഷയങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അനുഭവത്തിന്റെ വീഴ്ചകളിലൂടെ കടന്നുപോയിട്ടുള്ള വ്യക്തിയായതുകൊണ്ട് അത് വേഗത്തിൽ മനസ്സിലാക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇടിവിൽ നിൽക്കുവാനും ദൈവകൃപയിലെ ആശ്രയിച്ച അവരുടെ വിഷയങ്ങളെ പരിഹരിക്കാനും ഒക്കെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അപ്പോൾ ഈ അസമാധാനത്തിനിടയിൽ ഭവനത്തിൽ നിന്നും മാറി താമസിച്ചോളാൻ എന്നോട് പറഞ്ഞു. ഞാനൊരു പുതിയ ഭവനം പണിതു. അതിന് വലിയ സാമ്പത്തികമായ കടബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ വീട് വെച്ച് വേറെ മാറി താമസിച്ചപ്പോഴും എനിക്കവിടെ ഒരു സമാധാനം അനുഭവിക്കുവാൻ സാധിച്ചിട്ടില്ല. ഒരു ദിവസം പോലും ആ ഭവനത്തിലൊന്ന് സമാധാനത്തോടെ അന്തി ഉറങ്ങുവാൻ എനിക്ക് സാധിച്ചില്ല. അങ്ങനെ ഞാൻ ആ വീട് ഉപേക്ഷിച്ച് ഞാൻ വിചാരിച്ചു ഇതൊക്കെ നശിച്ചു നോക്കട്ടെ, ഇനി ഇതൊന്നും എനിക്ക് വേണ്ട. അവസാനം ഭാര്യാഗ്രഹത്തിൽ പോയി കുറെ നാൾ താമസിച്ചു. അവിടെ എനിക്ക് വലിയ സുഹൃത്ത് വലയം ഉണ്ടായിരുന്നു. നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് മുഴുവൻ ഞാൻ അളിയനായിരുന്നു. അഖിലാഫീസിൽ നിന്ന് പൈസ കിട്ടും. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്നെ അന്ന് ബോട്ടിൽ വേണം വീട്ടിലേക്ക്. വാഹന ഗതാഗതം അത്ര സുഗമമായിട്ടില്ല. ഞാൻ ബോട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോഴേ എന്നെ സ്വീകരിക്കുവാൻ അളിയന്മാരെല്ലാം വരും. എന്നെ നേരെ ഷാപ്പിലേക്ക് ആണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. എന്നോടുകൂടെ മദ്യപിച്ച് എൻ്റെ പൈസയ്ക്ക്
കള്ളു കുടിച്ച് രസിച്ചിരുന്ന സുഹൃത്തുക്കൾ തമ്മിൽ പറയുന്നത് എന്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കുവാനിടയായി. വീട്ടുകാർ തന്നെ ഇറക്കി വിട്ടു. ഇപ്പോൾ പോക്കണമില്ല, ഭാര്യ വീട്ടിൽ വന്ന് കഴിയുകയാണെന്ന് പരിഹസിക്കുന്നത് കേൾക്കുവാനിടയായി. നാട്ടിലും എൻ്റെ സുഹൃത്തുക്കളായിരുന്നവരൊക്കെ എന്നിൽ നിന്ന് നന്മ അനുഭവിച്ചവർ പലരും അങ്ങനെ തന്നെ പറയുന്നത് കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. വലിയ സാറ് കളിച്ചാ പോകുന്നത്, കുടുംബത്തെ നിലയ്ക്ക് നിർത്താൻ അറിയത്തില്ല എന്ന് മാത്രമല്ല, എൻ്റെ മാതാപിതാക്കള് ഞങ്ങളുടെ എനിക്കുള്ള ബന്ധുക്കളുടെ എല്ലാം വീടുകളിൽ ചെന്നതുപോലെ ഭാര്യയുടെ കുറ്റങ്ങൾ പറയുകയും ഞാൻ ഇതുപോലെ വേണ്ട നിലയിൽ പ്രതികരിക്കുന്നില്ല, അവൻ ഒരു പെൺകോന്തനായി പോയി എന്നാണ് ബന്ധുക്കളോടൊക്കെ പറയുന്നത്. മാതാപിതാക്കൾ പറഞ്ഞ അത് കേട്ടുകൊണ്ട് ബന്ധുക്കളൊക്കെ എന്നെ കാണുമ്പോൾ ഒരു മുൻവിധിയോടെ ഉച്ചത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. വിവാഹത്തിന് മുമ്പേ ജോലി ചെയ്തിരുന്ന സമയത്ത് ബന്ധുക്കളുടെ ഒക്കെ ഇടയിൽ VIP ഞാനായിരുന്നു. എനിക്ക് ഞായറാഴ്ച ഒരു ദിവസം ഉള്ള അവധിയുള്ളത്. പക്ഷേ അവരുടെയൊക്കെ ആവശ്യങ്ങൾക്ക് മുൻപന്തിയിൽ ഞാൻ ഉണ്ടാകണമെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു. അവരൊക്കെ എന്നെ കണ്ട് മുഖം തിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നോ നിജസ്ഥിതി എന്താണെന്നോ തിരക്കുവാനോ എന്നോടൊരാശ്വാസവാക്ക് പറയുവാനോ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. ഞാൻ ചിന്തിച്ചിരുന്നത് എനിക്ക് ഇത്രയും കൂട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, അങ്ങനെ ഞാൻ എനിക്കുണ്ടെന്ന് കരുതുന്നവരെയൊക്കെ മുൻപിൽ ഞാൻ വെറും അന്യനായി തീർന്ന സാഹചര്യം നിലവിൽ വന്നു. സഹോദരങ്ങൾ പോലും എന്നെ തള്ളി പറയുവാനിടയായി. അവരെന്നോട് ചോദിച്ചു, ഞാൻ അവർക്ക് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചു. ചെയ്തതിനൊന്നും ഞാനൊരു കണക്ക് സൂക്ഷിച്ചിട്ടില്ലായിരുന്നതുകൊണ്ട് ഒന്നും മറുപടി പറയാൻ സാധിച്ചില്ല. എന്നാലേ അങ്ങനെ മകൾക്ക് ഇങ്ങനെ എൻ്റെ 98-ലാണ് എൻ്റെ വിവാഹം നടന്നത്. 1999-ലാണ് മകൾ ജനിച്ചത്. 2000-ലാണ് മകൾക്ക് ആദ്യമായിട്ട് അസുഖം ഉണ്ടായത്. പിന്നീട് അത് 1-2 വർഷത്തോളം ഇങ്ങനെ തുടർമാനമായിട്ട് 3 മാസം കൂടുമ്പോൾ പോകേണ്ടി വന്നു. എനിക്ക് ജോലിക്ക് കൃത്യമായിട്ട് പോകാൻ സാധിക്കാതെ വന്നു. അപ്പോൾ തന്നെ എനിക്ക് ഡെയിലി ചിട്ടിക്കാരോട് വലിയ ഭീമമായ സംഖ്യ ഞാൻ വായ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു, വീട് പണിക്കും കുഞ്ഞിന്റെ ചികിത്സയ്ക്കും ഒക്കെ ആയിട്ട്. അങ്ങനെ ദിവസം 3600 രൂപയോളം ഞാൻ ചിട്ടിക്കാർക്ക് പിരിവ് കൊടുക്കേണ്ട ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ 100 രൂപ ശമ്പളത്തിലേക്ക് മാറുവാനിടയായത്. ദൈവത്തിന്റെ കൃപയാൽ 2003 ഒരു ഡിസംബർ മാസത്തിൽ ഭാര്യയുടെ വീട്ടിനടുത്ത് വെച്ച് ഭാര്യ വീടിന്റെ തൊട്ടടുത്തൊരു ചർച്ച് ഓഫ് ഗോഡിന്റെ കേരള സ്റ്റേറ്റിന്റെ ഒരു ചർച്ചുണ്ട്. അവിടെ ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയം എനിക്ക് ബന്ധുക്കാരോട് പ്രത്യേകിച്ച് വിശേഷാൽ തിരുവല്ലായി ജോലി ചെയ്തിരുന്നതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി വക്കീലോഫീസ് വരെ, കുരിശുമലയിലാണ് നിങ്ങളുടെ വക്കീലോഫീസ്, കുരിശുമല വരെ നടന്നു പോകുന്ന സമയത്ത് ഒരു 10-25 ട്രാക്ട് കിട്ടും. മിക്കവാറും എല്ലാ ദേവാസന്മാരോടും ഞാൻ മുഖത്ത് നോക്കി പറയും, ചേട്ടാ നല്ല ആരോഗ്യമില്ലേ, വേലയെടുത്ത് ജീവിക്കാൻ പറ്റത്തില്ലേ, എന്തിനാ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നത്, വേലയെടുത്ത് നല്ല ആരോഗ്യമില്ലേ എന്ന് പറയും. എന്നാൽ ചിലരുടെയൊക്കെ മുഖഭാവം, ദൈന്യഭാവം കണ്ടാൽ ചിലപ്പോഴൊന്നും പറയാതെ ആ ട്രാക്ട് കൈനീട്ടി വാങ്ങുമെങ്കിലും നടന്നു പോകുന്ന വഴിയിൽ തന്നെ അത് ചുരുട്ടി ഓടയിൽ കളഞ്ഞിട്ടാണ് പോവുക. ഭാര്യവേണ്ടി ചെല്ലുമ്പോഴാണെങ്കിൽ തൊട്ടടുത്താണ് ഈ പെന്തക്കോസ്ത് ചർച്ച്. ആ ചർച്ചിലുള്ള ദൈവമക്കളെ കുറിച്ച് നാട്ടിൽ ആർക്കും അത്ര വലിയ അഭിപ്രായമൊന്നുമില്ല എന്ന് പറഞ്ഞാലും സാക്ഷ്യമില്ലാത്ത കുറെ വിശ്വാസികളാണ് അവിടെ ഉള്ളത്. ഞാനിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ രാവിലെ അവിടെ സഭായോഗം തുടങ്ങുമ്പോൾ ഞാൻ ഭാര്യയോട് പറയും, താണ്ടെ ഈ അവിടെ വള്ളംകളി തുടങ്ങി കേട്ടോ എന്ന് പറഞ്ഞ് പരിഹസിക്കും. ഇവര് രാവിലെ പോകും, 1 മണി 1:30 കഴിയുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ പറയും, ഇവന്മാർക്കൊന്നും ഭർത്താക്കന്മാരൊന്നുമില്ലേ, കുടുംബമൊന്നുമില്ലേ, ഭർത്താക്കന്മാർക്കൊന്നും ഭക്ഷണം പോലും വെച്ച് വിളമ്പി കൊടുക്കണ്ടേ, നേരം വെളുത്ത് പോവുക, ഇപ്പോഴാണ് തിരിച്ചു പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പരിഹസിക്കാറുണ്ട്. എന്നാലേ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉപവാസ പ്രാർത്ഥന തീരുന്നതിൻ്റെ അന്ന് അടുത്തുള്ള ഒരു വിശ്വാസിയായ ഒരു സഹോദരി വീട്ടിൽ കടന്നു വന്ന് എൻ്റെ ഭാര്യയോട് പറഞ്ഞു,
ഇന്ന് ഇവിടെ ഉപവാസപ്രാർത്ഥന തീരുന്ന ദിവസമാണ്. വെളിയിൽ നിന്നൊരു ശുശ്രൂഷകൻ വരുന്നുണ്ട്, നീ കടന്നു വന്നാൽ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഭാര്യ എന്നോട് ചോദിച്ചു, ഞാനൊന്ന് പൊക്കോട്ടെ പ്രാർത്ഥനയ്ക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്കൊന്നും ഞാൻ ഇരിക്കാറില്ല. ഞങ്ങളുടെ കത്തോലിക്കരുടെ ഭാഷയിൽ പറഞ്ഞാൽ സന്ധ്യയ്ക്ക് കുരിശ് വരയ്ക്കുകയാണ്. കുരിശ് വരയ്ക്കുന്ന സമയമാകുമ്പോൾ ഞാൻ ഇറങ്ങി വെളിയിൽ പോകും. ഭാര്യ വീട്ടിൽ വന്നാൽ അവർ CSI പശ്ചാത്തലത്തിലായതുകൊണ്ട് ഭാര്യ പിതാവ് വലിയ ഒരു ഭക്തനാണ്. അദ്ദേഹം ഈ ഒരു ആത്മീയ കൂട്ടായ്മയൊക്കെ ആയിട്ട് സുവിശേഷ സംഘടനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്ന ആളായതുകൊണ്ട് എന്നും വൈകുന്നേരം ഉച്ചത്തിൽ വലിയ പാട്ട് പാടി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. അപ്പൊ ഞാൻ ഈ വീട്ടിലും പ്രാർത്ഥന കഴിയാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കും. അപ്പൊ ഭാര്യ ചോദിക്കും, എന്താ നിങ്ങൾ ഇത്രയും താമസിച്ചത്, എന്തുകൊണ്ടായിരുന്നു? ഞാൻ പറയാം, ഇങ്ങോട്ട് വന്ന് കയറാൻ പറ്റത്തില്ല, നിന്റെ അപ്പന് വട്ടല്ലേ, ഇവിടെ വന്നാൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാനും പറ്റത്തില്ല, അതുകൊണ്ട് പുള്ളി ഉറങ്ങി കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ച ശിഷ്യനെന്ന് പറയും. അങ്ങനെ എല്ലാ നിലകളിലും അപ്പോൾ തന്നെ ഭാര്യ ഒരു വിശ്വാസ തീഷ്ണതയുള്ള വ്യക്തിയായിരുന്നു. അവൾ എന്നോട് എപ്പോഴും പറയും, നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് നമ്മൾ കർത്താവിനെ അറിയാതെ ജീവിക്കുന്നത് കൊണ്ടാണ്. കത്തോലിക്കയിലേക്കാണ് വിവാഹം കഴിച്ച് അയച്ചതെങ്കിലും അവള് വിഗ്രഹങ്ങളെ വണങ്ങാനും മധ്യസ്ഥന്മാരോടൊന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം അവൾക്കില്ല. അതൊക്കെ അവൾക്ക് ഭയമായിരുന്നു. ഞാനും അവളെ പരിഹസിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പുള്ളിങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും, നീ പോയി വേറെ പണി നോക്കുക, വല്ല ക്ഷേത്രത്തിൽ പോയാൽ വല്ല വഴിപാട് കഴിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും. അല്ലാതെ കർത്താവിനോട് പ്രാർത്ഥിച്ചാലൊന്നും ഒരു പ്രയോജനവുമില്ല. അതല്ലെങ്കിൽ പിന്നെ വല്ല പുണ്യാളന്മാർക്ക് വല്ല നേർച്ച നേരുക, അങ്ങനെ വല്ലതും ചെയ്താലേ കാര്യം നടക്കത്തുള്ളൂ എന്ന് പറയുന്നത്. ഭാര്യ ഇങ്ങനെ നിരന്തരമായിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അപ്പോൾ അന്ന് ആ സഹോദരി വന്ന് ചോദിച്ചപ്പോൾ ഭാര്യ എന്നോട് ചോദിച്ചു, ഞാൻ കൂടി ഒന്ന് പ്രാർത്ഥനയ്ക്ക് പൊക്കോട്ടെ എന്ന് ചോദിച്ചു. പെട്ടെന്ന് എൻ്റെ വായിൽ ഒരു അസത്യവാക്കാണ് വന്നത്. ഞാൻ പോകണ്ടായെന്ന് നിങ്ങൾക്ക് പറഞ്ഞു. അപ്പോൾ പിന്നെയും അവൾ എന്നോട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ ഒരു കൊളുത്ത് പോലെ തുടങ്ങി. എന്നിട്ട് അതങ്ങോട്ട് സമ്മതിക്കുവാനുള്ള മനസ്സില്ലാതെ ഞാൻ പറഞ്ഞു, നീ എവിടെയെങ്കിലും പോകും എന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ അവിടെ നിന്ന് ജോലിക്ക് വേണ്ടിയിട്ട് വക്കീൽ ഓഫീസിലേക്ക് കടന്നു. വൈകുന്നേരം ഞാൻ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഭാര്യയുടെ മാതാവും ഭാര്യയുടെ അനിയത്തിയും എന്നോട് പറഞ്ഞു, അനിയത്തി പറഞ്ഞു, ചേട്ടാ ചേച്ചി ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ദേവദാസൻ ചേച്ചിയോട് ചില ദൈവിക ആലോചനകളൊക്കെ പറഞ്ഞു. വൈകിട്ട് പ്രാർത്ഥനയുണ്ട്, ചേട്ടൻ വരുമ്പം ചർച്ചിലേക്ക് ചെല്ലണമെന്ന് ചേച്ചി പറഞ്ഞിട്ട് പോയി. എനിക്കതൊരിക്കലും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ഒരു സംഗതിയായിരുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. ഭാര്യയുടെ അനിയത്തിയും അമ്മയും കൂടി എന്നെ നിരന്തരമായിട്ട് അങ്ങനെ നിർബന്ധിച്ചു, മോൻ ചെല്ല് എന്ന് പറഞ്ഞിങ്ങനെ. ലാസ്റ്റ് അവരുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളവും ഇതൊക്കെ കൊടുത്ത് ഡ്രസ്സ് മാറി അങ്ങ് ചർച്ചിലേക്ക് പോകുന്ന വഴിക്ക് അങ്ങ് ഇറങ്ങിപ്പോകും. പക്ഷെ ഞാൻ ചർച്ചിൽ കയറാൻ കൂട്ടാക്കാതെ ചർച്ചിനോട് ചേർന്ന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ അവിടെ ചെറുപ്പക്കാരനായ ഒരു സഹോദരനുണ്ട്, അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ട് നിന്നു. അദ്ദേഹവും പിതാവും CSI സഭയിലാണ് പോകുന്നത്. തൻ്റെ മാതാവും സഹോദരിയും ഈ ദൈവസഭയിലാണ് പോകുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, അളിയൻ എവിടെ പോകാമെന്നാ? ഞാൻ പറഞ്ഞു, അവളിങ്ങോട്ട് പ്രാർത്ഥനയ്ക്ക് പോകാമെന്നായിരുന്നു, അവളെ കുട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി പറഞ്ഞു. ആഹാ, അളി പോകാൻ വന്നിട്ടാണ് ഇവിടെ വന്ന് വർത്താനം പറഞ്ഞിരുന്നത്, ഹരിയാനയ്ക്ക് അങ്ങോട്ട് കയറി ചെല്ലെന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്നു. വൈകിട്ടത്തെ പ്രാർത്ഥന കഴിഞ്ഞു എല്ലാവരും വെളിയിലേക്ക് വന്നപ്പോൾ ഞാൻ ഭാര്യയെ കൂട്ടാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഭാര്യ എന്നെ അന്ന് ശുശ്രൂഷിച്ച ദേവദാസിനെ പരിചയപ്പെടുത്തി. അദ്ദേഹം കോട്ടയം പുതുപ്പള്ളിയിലുള്ള ഒരു ദേവദാസനാണ്. മറ്റൊരു സഭയിൽ നിന്നും ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് കടന്നു വന്നതാണ്. പ്രദീപ് എന്ന് പറഞ്ഞ ഒരു ദേവദാസൻ. അദ്ദേഹം എന്നോട് വേറൊന്നും സംസാരിച്ചില്ല. പേര് ചോദിച്ചു, എന്ത് ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ദൈവാത്മാവ് ചില കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചു, അത് സഹോദരിയോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കുഞ്ഞിനൊരു രോഗമല്ല, കർത്താവ് വിടുവിക്കും. നിങ്ങൾ രണ്ടുപേരും കൈകോർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം, ദൈവവചനം വായിക്കണം. അദ്ദേഹം ഇത്രയും മാത്രമേ അദ്ദേഹം എന്നോട് പറഞ്ഞുള്ളൂ. അങ്ങനെ ഭാര്യയുമായിട്ട് ഞാൻ വീട്ടിലേക്ക് കടന്നുപോയി. പിറ്റേന്ന് ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ മുതൽ എൻ്റെ ഉള്ളിലൊരു പ്രേരണ, ഈ സഭയിലൊന്ന് ആരാധനയ്ക്ക് കടന്നു പോകണം. ഞാൻ ഭാര്യയോട് ചോദിച്ചു, ഇന്നലെ
ശുശ്രൂഷിച്ച ദൈവദാസന്റെ ചർച്ച വിടാന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ചർച്ച വിടാൻ അദ്ദേഹം വേറെ അപ്പൊ പുളിക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അദ്ദേഹം വന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് അദ്ദേഹത്തിന്റെ ചർച്ചയിൽ നിന്ന് പോയാലോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം നല്ല എന്നെക്കാളൊക്കെ അന്ന് പ്രായം കുറഞ്ഞ ആളാണ്, പക്ഷെ നല്ല വണ്ണമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു ഓട്ടോറിക്ഷയിൽ പോയാൽ വേറെ ആർക്കും അദ്ദേഹം കയറാനുള്ള അന്നേരം അദ്ദേഹം അന്ന് ആ ചർച്ചിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ കണ്ട അദ്ദേഹത്തിന്റെ വണ്ണത്തെ കുറിച്ചൊക്കെ ഞാൻ പരിഹസിച്ചതാണ്. എന്തെങ്കിലും പോയാൽ നിങ്ങൾക്ക് നല്ല തെറ്റിയാ കണ്ടില്ലേ, പോകുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി തിരിച്ചതാണ്. അപ്പൊ ഇവള് പറഞ്ഞു എനിക്ക് അദ്ദേഹത്തിന്റെ ചർച്ച അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഭാര്യയുടെ സഹോദരി പറഞ്ഞു എനിക്ക് ചർച്ച അറിയാം, ഞാൻ കാണിച്ചു തരാമെന്നാണ്. ഞാൻ പറഞ്ഞു അപ്പം ഭാര്യ ചോദിച്ചു നിങ്ങൾ എന്നെ കളിയാക്കാൻ പറഞ്ഞതാണോ അതോ യഥാർത്ഥമായിട്ട് പറഞ്ഞതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ കളിയാക്കാൻ പറഞ്ഞതല്ല, ഉറപ്പായിട്ട് പറഞ്ഞതാണ്, നമുക്ക് അവിടേക്ക് ഒന്ന് പോകാമെന്നോ. അനിയത്തി പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ഒരുങ്ങാൻ പറഞ്ഞു. ഒരുങ്ങി കുഞ്ഞുമായിട്ട് ഞങ്ങള് ആ വിവാഹത്തിന്റെ സഭയിലേക്ക് കടന്നുപോയി. ചർച്ചിന്റെ അടുത്ത് വന്നപ്പോൾ ഭാര്യയുടെ സഹോദരി പറഞ്ഞത് ആ കാണുന്ന ആള് ചർച്ച്, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, ഞാൻ തിരിച്ചു പോകാന്ന് പറഞ്ഞ സഹോദരി അങ്ങ് തിരിച്ചുപോയി. അന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെന്തക്കോസ്ത് സഭായോഗത്തിൽ സംബന്ധിക്കുവാൻ ഇടയായി. ആ സമയം വരെയും ഞാൻ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ വലിയ ഭാരത്തിലിരുന്ന എനിക്ക് ആ സഭാകൂട്ടായ്മയിൽ ചെന്നിരുന്നപ്പോൾ മുതൽ ദൈവദാസൻ പ്രസംഗിക്കുന്ന ഓരോ വാക്കുകളും എന്നോട് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് വലിയ ഭാരം ഒഴിഞ്ഞു പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടാൻ. ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, ദൈവമേ ഈ ആരാധന 2 മണിയാകാനും തീരാതിരുന്നെങ്കിൽ, 4 മണിയായാലും തീരാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 മണിയായപ്പോൾ അദ്ദേഹം സഭായോഗം നിർത്തി. പിന്നെയും കുറെ സമയം കൂടി അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങിപ്പോന്നു. അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സമാധാനം എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞു. പറയട്ടെ, അന്ന് രാത്രി ഒരു 9 മണിയായപ്പോൾ കുഞ്ഞിന് വീണ്ടും അസുഖമുണ്ടായി. അന്ന് കേട്ട ദൈവവചനത്തിലൊക്കെ ഞാനിങ്ങനെ ഒരു ഉറപ്പ് പ്രാപിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ആശുപത്രിയിൽ പോകണ്ട, കർത്താവ് സൗഖ്യമാക്കിക്കോളൂന്ന് പറഞ്ഞു. പക്ഷേ തുടർമാനമായിട്ട് ഇങ്ങനെ അസുഖം ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ ഭാര്യ വീട്ടുകാരെ ദേഷ്യപ്പെട്ടു. അവർ പെട്ടെന്ന് വണ്ടി വിളിച്ചു, കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. കോട്ടയം ESI മെഡിക്കൽ കോളേജിലേക്ക് എത്തി. കുഞ്ഞിന്റെ നേരെ ഐസിയുനകത്തേക്ക് പ്രവേശിച്ചു. അങ്ങനെ അന്ന് രാത്രി കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തു. പിറ്റേന്ന് പകല് എല്ലാവരും തിരിച്ചു പോന്നു, ഞാനും ഭാര്യയും മാത്രമുണ്ട്. ആ പകലിൽ ആശുപത്രിയിലൂടെ 2 ദൈവദാസന്മാര് ലഘുലേഖയുമായിട്ട് കടന്നു. അവരെനിക്ക് ലഘുലേഖ തന്നു, ഞാനത് വാങ്ങി വരുന്നവർ അല്പസമയം സുവിശേഷം പങ്കുവയ്ക്കാനിടയായി. അപ്പോഴും എനിക്ക് ഇത് കേൾക്കാൻ അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല എങ്കിലും ഞാൻ മനസ്സോടെ അത് കേട്ടു. കാരണം കുഞ്ഞിന്റെ അവസ്ഥ അങ്ങനെയാണല്ലോ. അവരെന്നോട് പറഞ്ഞു കർത്താവ് വിടുവിക്കുമെന്നൊക്കെ പറഞ്ഞു. അവർ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അവർ കടന്നുപോയി. അന്ന് രാത്രി ഏകദേശം ഒരു 12-1 മണിയായപ്പോൾ എന്നെ ഡോക്ടർമാർ ഐസിയുനകത്തേക്ക് വിളിപ്പിച്ചു. എന്നോട് പറഞ്ഞു, സ്നേഹിത, കുഞ്ഞിന്റെ അസുഖത്തിന് ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധിയൊക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. മരുന്നും ഞങ്ങൾ ഓവർഡോസാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഒരു തവണ കൂടി ഈ അസുഖം വന്നാൽ കുഞ്ഞ് മരിച്ചു പോകും. അങ്ങനെ മരണം സംഭവിച്ചാൽ അത് അവരുടെ പിഴവല്ല, ആവശ്യത്തിൽ നമുക്ക് പരാതിയൊന്നുമില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഡോക്ടർമാർ നിർദ്ദേശിച്ചതുപോലെ ഞാനത് എഴുതി ഒപ്പുവയ്ക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. ഐസിയുനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുഞ്ഞിന്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി രക്ഷയില്ല, കുഞ്ഞ് മരിക്കുമെന്നുള്ളത് ഉറപ്പായി. പക്ഷെ എന്നെ അപ്പോൾ അലക്കിയ ഒരു ഭാരം എന്ന് പറഞ്ഞത്, കുഞ്ഞ് മരിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് കുഞ്ഞ് മരിച്ചാൽ ഈ ഡെഡ് ബോഡി ഒന്ന് വീട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ, ഒരു ആംബുലൻസ് വിളിക്കണമെങ്കിൽ അതിന് എൻ്റെ കയ്യിൽ സാമ്പത്തികമില്ല. ഒരു ശവപ്പെട്ടി വാങ്ങണമെങ്കിൽ അതിനും എനിക്ക് നിവൃത്തിയില്ല. ഐസിയുവിന് വെളിയിലേക്ക് ഇറങ്ങി
അതിന്റെ വാതിൽക്കൽ ഒരു തടി കൊണ്ടുള്ള ഒരു ബെഞ്ച് കിടപ്പുണ്ട്. ആ ബെഞ്ചിന്റെ താഴെ ഭാര്യയുടെ ബാഗ് ഇരിപ്പുണ്ട്. പെട്ടെന്ന് ഞായറാഴ്ച ദേവദാസൻ ശുശ്രൂഷിച്ച കാര്യങ്ങളും തലേന്ന് ആശുപത്രിയിൽ വന്ന ദേവദാസന്മാരെന്നോട് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ എൻ്റെ ഓർമ്മയിൽ ഓടിയെത്തി. ഞാൻ ആ ബെഞ്ചിൽ അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനുണ്ട്, എൻ്റെ ഒരു സ്നേഹിതൻ അശോകൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു ഹൈന്ദവ വിശ്വാസിയാണ്. അദ്ദേഹത്തെ ഞാൻ വിളിച്ചു പറഞ്ഞു, അവനോട് ഞാൻ ഉണ്ടായിട്ടാണ് കാണുന്ന സാഹചര്യം, കുഞ്ഞു മരിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. ഞാനൊക്കെ ആ സാഹചര്യം അവൻ എന്നോട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഞാനിപ്പോൾ ആശുപത്രിയിൽ എത്തിയേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനോട് പറഞ്ഞേച്ച് ഞാൻ ആ ബെഞ്ചിലിരുന്നു. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത, കർത്താവിനെ കൊണ്ട് കഴിയാത്ത കാര്യമൊന്നും ഇല്ലെന്നാണല്ലോ കേട്ടത്. പ്രാർത്ഥിക്കാൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്ന് അന്നേരപ്പോൾ ഉള്ളിൽ നിന്ന് വന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കർത്താവേ, നീ ജീവിക്കുന്ന സത്യദൈവമാണെന്നും നീ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ ചെയ്ത വ്യക്തിയാണെന്നും ഞാൻ പറഞ്ഞു കേൾക്കാൻ ഇടയായല്ലോ. വാസ്തവമായി നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഇന്ന് രാത്രിയിൽ എൻ്റെ കുഞ്ഞിനെ മരിക്കാതെ ആയുസ്സോടെ നീ എനിക്ക് തിരികെ തന്നാൽ, ദൈവമേ, ഇനിയുള്ള എൻ്റെ ആയുസ് നിനക്ക് വേണ്ടി നിന്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കും. അത് പ്രാർത്ഥന അറിയാമായിട്ട് പ്രാർത്ഥിച്ചതൊന്നുമല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകൾ അങ്ങനെയാണ്. അത് അല്പം ഉച്ചത്തിൽ തന്നെയാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത്. ഇത് പ്രാർത്ഥിച്ചതിന് ശേഷമായിട്ട് ഞാൻ ഭാര്യയുടെ ബാഗ് തുറന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് വേദപുസ്തകം, ഞാൻ ഭാര്യയുടെ ബാഗിനകത്ത് ബൈബിളുണ്ട്, ഈ വേദപുസ്തകം ഞാൻ കൈകൊണ്ടെടുക്കുവാനിടയായി. അപ്പോൾ അതിന് മുൻപേ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ കാൽത്തറയിൽ ഇങ്ങനെ ജടയൊക്കെ വളർത്തിയ സന്യാസിമാരില്ല, അവരുടെ കയ്യിൽ ഈ ഭാഗവതം ഉണ്ടാകും. ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ചെന്നിട്ട് ഇവരുടെ കയ്യിൽ ഈ ഭാഗവതം മേടിച്ചിങ്ങനെ നിവർത്തും. നിവർത്ത ഭാഗം മറിക്കാതെ അവരതിനകത്ത് ദക്ഷിണ പൈസ വെച്ചിട്ട് ഈ സന്യാസികളുടെ തിരികെ കൊടുക്കും. അവരാ ഭാഗം ഇങ്ങനെ വായിച്ചിട്ട് ആ ഭാഗത്തിന്റെ സന്ദർഭം നമുക്ക് വിശദീകരിച്ചു നമ്മുടെ ജീവിതത്തിൽ അത് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്ന ഒരു രീതിയുണ്ട്. അതേപോലെ ഞാൻ അങ്ങനെ ഒരു ചിന്തയിലാണ് ഞാൻ ഈ ദിവസം കൈകൊണ്ടെടുത്തത്. എടുത്തിട്ട് ഞാനിങ്ങനെ തുറന്ന ഭാഗം മറിക്കാതെ ഞാൻ ഇങ്ങനെ വായിച്ചു. എടുത്തത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ്, 28-ാം അധ്യായത്തിലെ. ഹിസ്കിയാവ് രാജാവിനോട് ദൈവം പ്രവാചകനെ ശാലോവിന് പറഞ്ഞു, നിന്റെ ആയുസ് തീരാൻ പോകുന്നു, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക, നീ മരിച്ചു പോകും. പ്രവാചകന്റെ വാക്ക് കേട്ടപ്പോൾ രാജാവ് ചുവരിനോട് മുഖം ചേർത്ത് വെച്ച് ദൈവത്തിന് കരഞ്ഞു, കർത്താവേ, ഞാൻ കഴിഞ്ഞ നാളുകളിൽ നിനക്ക് വേണ്ടി ചെയ്തത് നീ ഓർക്കണം എന്ന് പറഞ്ഞു. ഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ട് ദൈവ പ്രവാചകനെ മടക്കി വരുത്തിയിട്ട് രാജാവിനോട് പറയുന്നു, നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേട്ടതുകൊണ്ട് നിന്റെ ആയുസ് 15 സംവത്സരം ദീർഘമാക്കി തരുന്നു എന്ന് പറഞ്ഞ ഭാഗം പറഞ്ഞാൽ വായിക്കുവാൻ ഇടയായി. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ആശ്വാസം തോന്നി, ഒന്നും സംഭവിക്കത്തില്ല, കർത്താവ് ആയുസ് നീട്ടി തരുമെന്ന് പറഞ്ഞ ഭാഗമാണല്ലോ വായിച്ചത്, അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. ഈ സമയത്ത് എന്നെ കാണുവാൻ സ്നേഹിതൻ ആശുപത്രിയിലെത്തി. വാർഡിലേക്ക് പുരുഷന്മാരെ രാത്രി കഴിഞ്ഞാൽ കയറ്റി വിടത്തില്ല, സെക്യൂരിറ്റി അവനെ തടഞ്ഞു. അവൻ പറഞ്ഞു, സെക്യൂരിറ്റിയോട് പറഞ്ഞു, ഞാനൊക്കെ എൻ്റെ ജ്യേഷ്ഠന്റെ കുഞ്ഞ് മരിച്ചു എന്ന് ഫോൺ വന്നിട്ട് വന്നതാണ്, കയറ്റി വിടണമെന്ന് പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു, 2 സെക്യൂരിറ്റി ഉണ്ട്. ഒരു സെക്യൂരിറ്റി എനിക്ക് മുന്നിലൂടെ സ്റ്റെയർകേസ് കയറി മുകളിലത്തെ നിലയിലേക്ക് ടോർച്ചടിച്ച് പോകുന്നത് ഞാൻ കണ്ടിരുന്നു. മരിച്ചെങ്കിൽ ഡെഡ് ബോഡി ഇപ്പോൾ വെളിയിലോട്ട് കൊണ്ടുവരും, അപ്പോൾ കണ്ടാൽ മതി, സെക്യൂരിറ്റി കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇവൻ ദേഷ്യപ്പെട്ട ആ സെക്യൂരിറ്റിയുടെ കോളറിനെ പിടിച്ച് ഇവർ രണ്ടുപേരും പിടിച്ച് മറിഞ്ഞു വീണു. വരാന്തയിൽ കിടന്നുറങ്ങിയ പുരുഷന്മാര്, ഈ കുട്ടികളുടെ പിതാക്കന്മാരൊക്കെ എല്ലാവരും എഴുന്നേറ്റ് വന്ന് വലിയ ഒച്ചപ്പാടായി. ഈ ഒച്ച കേട്ട് മുകളിലേക്ക് പോയ സെക്യൂരിറ്റി താഴേക്ക് എൻ്റെ മുന്നിൽ കൂടെ ഓടിപ്പോകുന്നത് ഞാൻ കണ്ടു. പക്ഷേ എൻ്റെ ഉള്ളിലെ ടെൻഷൻ കൊണ്ട് ഞാനിതൊന്നും കാര്യമാക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ഞാനിങ്ങനെ ദിവസത്തിൽ പ്രാർത്ഥിച്ച ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കാണും, ഒരു ഡോക്ടർ ഐസിയുനകത്ത് നിന്ന് വെളിയിലേക്ക് വന്നു. എൻ്റെ തോളിൽ തട്ടിയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, സഹോദരൻ വിഷമിക്കണ്ട, ഇനി പേടിക്കുവാനൊന്നുമില്ല, ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു.
അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം പ്രാർത്ഥന കേട്ടു, ഇതിന് ആശ്വാസം നൽകി എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഏതായാലും ആ ഓടിച്ചെന്ന സെക്യൂരിറ്റി ചെല്ലുമ്പോൾ ഈ എൻ്റെ കൂടെ വന്ന സ്നേഹിതന്റെ വക്കീൽ ഓഫീസിൽ അന്ന് പകൽ കോട്ടയം കൈപ്പിഴമുട്ടുകാരനായ ആ സെക്യൂരിറ്റി ഒരു പ്രതിക്ക് ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ വക്കീൽ ഓഫീസിൽ ചെന്നതാണ്, ജാമ്യക്കാരനായിട്ട് ചെന്നതാണ്. ഇവനെ കണ്ടപ്പോൾ പരിചയമുള്ളവരോട് സാറേ എന്താണ് വിഷയം എന്ന് ചോദിച്ചു. അവനിങ്ങനെ വിഷയം പറഞ്ഞപ്പോൾ ആ സെക്യൂരിറ്റി മറ്റു സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ട് ഇദ്ദേഹം കോടതിയിലെ സ്റ്റാഫാണ്, ഇദ്ദേഹത്തെ കയറ്റി വിട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കയറ്റി വിട്ടു. ഈ സ്നേഹിതൻ കയറി വരുമ്പോൾ ഡോക്ടറിനോട് വന്ന് പറഞ്ഞിട്ട് പോയ ആശ്വാസത്തിൽ ഞാനൊരു മൂളിപ്പാട്ട് ഒരു ഗാനം പാടി ഇരിക്കുക. ഇവൻ വന്നപാടെ എന്നെ രണ്ടു സത്യവാക്കുകളാണ് വിളിച്ചത്. നീ പറഞ്ഞ് ഇത്ര സീരിയസ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വെപ്രാളപ്പെട്ട് വന്നത്. ഇപ്പൊ സെക്യൂരിറ്റി എന്നെ തല്ലി ശരിയാക്കിയാലോ, നീ ഇവിടെ പാട്ടും പാടി ഇരിക്കുവാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിടാ ഇന്നാണത് ഡോക്ടർ ഇപ്പോൾ വന്നിങ്ങനെ പറഞ്ഞിട്ട് പോയി. ആ സ്നേഹിതൻ എന്നോട് കൂടെ ആ രാത്രി മുഴുവൻ ചെലവഴിച്ചു. അവൻ പിറ്റേന്ന് മടങ്ങിപ്പോന്നു, പ്രഭാതത്തിൽ അവൻ മടങ്ങിപ്പോന്നു. പ്രിയപ്പെട്ടവരെ പറയട്ടെ, 3 ദിവസത്തിന് ശേഷം എൻ്റെ കുഞ്ഞിനെ ഐസിയുവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റിയപ്പോഴാണ് ഭാര്യയുമായിട്ട് എനിക്ക് മുഖാമുഖം കാണുവാനുള്ള സാഹചര്യം ഉണ്ടായത്. ഭാര്യ എന്നോട് പറഞ്ഞ ഒരു വാക്ക്, നിങ്ങൾ ഐസിയുവിൽ വന്ന് ഒപ്പിട്ടേച്ച് പോയതിന് ശേഷം ഐസിയുവിനകത്ത് വലിയ ഒരു അത്ഭുതം സംഭവിച്ചു. ഞാൻ ചോദിച്ചു എന്താണ് ആ അത്ഭുതം? അവൾ എന്നോട് പറഞ്ഞു, നമ്മുടെ മോളെ ഐസിയുവിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ 6 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് പകല് ആ ഒരു രാത്രി കൊണ്ട് 4 കുഞ്ഞുങ്ങൾ കുഞ്ഞിന് പുറകെ ഒന്നായി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. 2 കുഞ്ഞുങ്ങൾ മാത്രം ഐസിയുവിൽ ശേഷിക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞ് മരിച്ചു പോകുന്നു ഡോക്ടർ പറഞ്ഞത്. നിങ്ങൾ വന്നു ഒപ്പിട്ട് കഴിഞ്ഞു, ഒരു 15 മിനിറ്റിനുള്ളിൽ കുഞ്ഞിന് അസുഖം മൂർച്ഛിച്ചു, കുഞ്ഞ് മരിച്ചു എന്ന് ഡോക്ടർമാർ ഉറപ്പുവരുത്തി. ഡോക്ടർമാർ വന്ന് പരിശോധിച്ചു, കുഞ്ഞ് മരിച്ചു എന്ന് അവർ ഉറപ്പുവരുത്തി. എൻ്റെ കുഞ്ഞിന്റെ ഡെഡ് ബോഡി അവർ വെള്ളത്തുണി കൊണ്ട് മൂടുവാനിടയായിട്ടുണ്ട്. എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞിന്റെ മൃതശരീരത്തിൽ വീണ് അലമുറയിട്ട് കരയുമ്പോഴാണ് ഞാൻ വെളിയിൽ നിന്ന് കർത്താവിനോട് തീരുമാനത്തോടെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. ആ നിമിഷത്തിലാണ് ദൈവം ഐസിയുവിനകത്ത് എനിക്ക് വേണ്ടിയിട്ട് അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇടയായിത്തീർന്നത്. ഭാര്യ കുഞ്ഞിന്റെ ശവത്തെ വീണ് അലമുറയിട്ട് കരയുമ്പോൾ പെട്ടെന്ന് കുഞ്ഞിന്റെ കൈവിരൽ അനങ്ങിയെന്ന് അവൾക്ക് തോന്നി. അവൾ ഓടിച്ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ കുഞ്ഞ് മരിച്ചിട്ടില്ല, കുഞ്ഞിന് ജീവനുണ്ട്. ആ ഐസിയുവിനകത്ത് 4-5 ഡോക്ടർമാരുണ്ട്. ഈ 4-5 ഡോക്ടർമാരും ഒരുപോലെ എൻ്റെ ഭാര്യയോട് ദേഷ്യപ്പെടുവാനിടയായി. നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? നിങ്ങൾ എന്താണ് വിചാരിച്ചത്? ഞങ്ങൾ ഈ 5 പേരും വ്യാജ ഡോക്ടർമാരാണെന്നാണോ വിചാരിച്ചത്? ഞങ്ങൾ പഠിച്ചിട്ട് വന്ന ഡോക്ടർമാരാണ്, ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നവരാണ്, ഞങ്ങൾ ദിവസേന അനവധി മരണം കാണുന്നവരാണ്. നിങ്ങളുടെ കുഞ്ഞ് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞങ്ങൾ കടന്നു പോകുന്നതെന്ന് പറയുവാനിടയായി. ഭാര്യ പിന്നെയും അവരോട് പറഞ്ഞു, ഡോക്ടർ ഒന്ന് പരിശോധിക്കുന്നത് കൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ, പ്ലീസ് ഒന്ന് വന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പെറ്റമ്മയായതുകൊണ്ട് കുഞ്ഞു മരിച്ചു എന്നുള്ള ആ യാഥാർത്ഥ്യം നിങ്ങളുടെ മനസ്സ് ഉൾക്കൊള്ളുവാൻ തയ്യാറാകുന്നില്ല, അത്രയേ ഉള്ളൂ കാര്യമെന്ന്. അപ്പോഴേക്കും ഭാര്യ ഡോക്ടറോട് ദേഷ്യപ്പെട്ടു. ഞാനും നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, കുഞ്ഞിന് ജീവനുണ്ട്, മര്യാദയ്ക്ക് വന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറോട് ദേഷ്യപ്പെട്ടപ്പോൾ ഒരു ഡോക്ടർ ഇവിടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ കൂടെ കടന്നു വന്നതാണ്. കുഞ്ഞിനെ പരിശോധിച്ച ആ ഡോക്ടർ ഞെട്ടിപ്പോയി. ഡോക്ടർ അത്ഭുതത്തോടെ എന്നോട് ചോദിച്ചു, ഇവിടെ എന്ത് അത്ഭുതമാണ് സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ പറയട്ടെ, ഇന്ന് പകലിൽ ഏതെങ്കിലും എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ലോക വൈദ്യന്മാർ ഇനിയൊരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് കരുതി വിധി എഴുതിയിരിക്കുന്ന ഒരു വ്യക്തി ജീവിതമാണോ? മരുന്നുകൊണ്ട് ഇനി പ്രയോജനമില്ല, വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്ന് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ കർത്താവിന്റെ സ്നേഹത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ലോക വൈദ്യന്മാരെക്കാൾ അപ്പുറമായി അവസാന വാക്ക് കൽപ്പിക്കുന്നത് എന്റെ സ്വർഗത്തിലെ ദൈവമാണ്. അവസാന വാക്ക് കൽപ്പിക്കുന്നത് എന്റെ കർത്താവ്. മരിച്ച എന്റെ കുഞ്ഞിനെ ആയുസോടെ എന്റെ കർത്താവ് എനിക്ക് മടക്കി തരുവാനിടയായിട്ട്. പ്രിയപ്പെട്ടവരെ പറയട്ടെ, ഡോക്ടർമാർ എന്നോട് പറഞ്ഞു, ഓരോ തവണ ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ ഡോക്ടർമാർ പറയുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട, രക്ഷപ്പെട്ടാലും ഒന്നുകിൽ മന്ദബുദ്ധിയാകും, അല്ലെങ്കിൽ കയ്യോ കാലോ തളർന്നു പോകും, ഒന്നുകിൽ കണ്ണിന്റെ കാഴ്ചശക്തി പോകും, അല്ലെങ്കിൽ ചെവിയുടെ കേൾവിശക്തി പോകും. ഒരു ജീവശവമായിട്ട് ഇരുത്താമെന്നല്ലാതെ
സ്കൂളിൽ വിടാമെന്നോ പഠിപ്പിക്കാമെന്നോ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എന്നാൽ പറയട്ടെ, വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, അവൻ സകലവും നന്നായി ചെയ്യുന്ന ദൈവമാണ്. എന്റെ ദൈവമായ കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ സകലതും കർത്താവ് നന്നായി ചെയ്യുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ കുഞ്ഞിനെ BA വരെ പഠിക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നു. സ്കൂളിൽ വിടാൻ പറ്റത്തില്ല, പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരംഗവൈകല്യവും കൂടാതെ ഡിഗ്രി വരെ പഠിക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരു വിവാഹം നടക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺതലമുറയെ ദൈവമായ കർത്താവ് അവൾക്ക് ദാനമായി നൽകി തരുവാനിടയായിരുന്നു. ജീവിതം മടുത്ത് നിരാശയുടെ വക്കിലായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഏത് പ്രതിസന്ധിയുടെ നടുവിലാണോ നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം, 2023 വർഷം മുൻപ് മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു. കാൽവരി കുരിശിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ യേശു കർത്താവിൽ വിശ്വസിച്ചാൽ സൗജന്യമായ പാപക്ഷമ നമുക്ക് പ്രാപിക്കുവാൻ ഇടയായിത്തീരും. സൗജന്യമായ നിത്യരക്ഷ നമുക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരും. ഈ ലോകത്തിൽ നാം അനുഭവിക്കുന്ന വിഷയങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, ഭാരങ്ങളിൽ നിന്നും ഒക്കെ ഒരു വിടുതൽ ലഭിക്കുവാൻ ഇടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, പറയട്ടെ, ഈ യേശു കർത്താവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ, അതിനു മുൻപ് ഈ ആശുപത്രിയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ മുൻപ് മുതൽ ഒരു മാസക്കാലത്തോളം ഞാനിങ്ങനെ എൻ്റെ ഉള്ളിലെ ചിന്ത മുഴുവൻ ഇതായിരുന്നു: ഈ നശിച്ച ജീവിതം കൊണ്ട് ഇനി ഒരു പ്രയോജനവുമില്ല. ഞാനിങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്താണ് ഒരു പ്രയോജനം? എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്യാം. അതെങ്ങനെ വേണമെന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തയിലാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പിന്നെയും എനിക്കൊരു വീണ്ടും വിചാരം ഉണ്ടായി, ഞാൻ ഈ സാഹചര്യത്തിൽ ഞാൻ ആത്മഹത്യ ചെയ്താൽ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അവരുടെ അവസ്ഥ പിന്നെന്തെങ്കിലും മോശമാകുമല്ലോ, ഇപ്പോഴത്തെങ്കിലും മോശമാകുമല്ലോ. പിന്നെ അവരതിൻ്റെ പുറകെ കേസും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട്, നൂലാമാലകളും ഒക്കെ ആയിട്ട് അലയേണ്ടി വരും. അതുകൊണ്ട് ദൂരെ എവിടെയെങ്കിലും പോയി ആരും അറിയാത്ത ഒരു ഇടത്ത് ചെന്ന് ആത്മഹത്യ ചെയ്യണം. എൻ്റെ ഡെഡ് ബോഡി പോലും വീട്ടുകാർക്ക് കിട്ടരുത്. ഞാൻ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നു എന്ന് അവർ സമാധാനിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ചിന്തയാണ് എന്നെ ഭരിക്കുവാൻ ഇടയായിട്ടുള്ളത്. ഊണിലും ഉറക്കത്തിലും എൻ്റെ ചിന്ത അതുമാത്രമായി അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആശുപത്രിയിലേക്ക് കടന്നു പോകേണ്ട സാഹചര്യം ഉളവായത്. അവരെ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഒരു പിശാചിനും നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തത്തെ തടയുവാൻ ആകത്തില്ല. ദൈവത്തിന്റെ സമയത്ത് ദൈവം നമ്മെ വേർതിരിക്കുവാൻ ഇടയായിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ സ്വപ്നത്തിൽ പോലും എൻ്റെ ചിന്തയിൽ ഉണ്ടായിരുന്നില്ല ഞാനൊരു ദൈവമൈതലാകുമെന്നോ കർത്താവിന്റെ സുവിശേഷ വേല ചെയ്യുന്ന ഒരു പാസ്റ്ററാകുമെന്നോ ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. കാരണം ഈ ഒരു വർഗത്തെ കാണുന്നത് എനിക്ക് ഭയങ്കര വിരോധമായിരുന്നു. അവരെന്നോട് ഒരു ദ്രോഹവും ചെയ്തിട്ടല്ല, പക്ഷേ അവരെ കുറിച്ച് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു മുൻവിധി അങ്ങനെയായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, നമ്മെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ നാം എത്ര മഞ്ഞ് പിടിച്ചാലും ദൈവത്തിന് നമ്മെ തൊടണ്ട. എൻ്റെയും നിങ്ങളുടെയും മർമ്മം ഏതെന്ന് ദൈവത്തിന് അറിയാം. എവിടെ തൊട്ടാൽ നമുക്ക് വേദനിക്കുമെന്നും ദൈവത്തെ അനുസരിക്കാൻ കൂട്ടാകുമെന്നും ദൈവത്തിന് നിശ്ചയമായിട്ടും അറിയാം. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വലിയ ഒരഹങ്കാരം എനിക്കുണ്ടായിരുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ ഏറ്റവും ഉന്നതരായിരുന്ന രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്ന ആൾക്കാരുടെ കൂടെയാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ തന്നെ സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളുമായിട്ട് സർക്കാരിന്റെ കേസുകൾ കൈകാര്യം ചെയ്തിരുന്നത് കൊണ്ട് കളക്ടർ മുതലുള്ള സർക്കാർ ഓഫീസുകളിൽ ആയിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. ജില്ലാ ഓഫീസിലും താലൂക്ക് ഓഫീസിലും ഒക്കെ എനിക്ക് സ്വാധീനമുണ്ടായിരുന്നു. സമൂഹത്തിലാണെങ്കിലും എല്ലാവരുടെയും ചിന്ത ഈ സർക്കാർ ഓഫീസിലൊക്കെ ചെന്നാലും നമ്മൾ കോടതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, കോടതിയിലെ സ്റ്റാഫാണെന്നുള്ള ഒരു പരിഗണന നമുക്ക് കിട്ടും. അപ്പോൾ തന്നെ സമൂഹത്തിലെ ഏറ്റവും കൊള്ളരുതാത്തവര്, കൊട്ടേഷൻകാര്, ഗുണ്ടകളെ, അവരുമൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. ചങ്ങനാശ്ശേരി ടൗണിലൊക്കെ ഏത് അസമയത്ത് എനിക്ക് കുടുംബമായിട്ടോ പെണ്ണുങ്ങളായിട്ടോ എപ്പോ യാത്ര ചെയ്താലും ഒന്നും പേടിക്കാതെ പോകാം. സിനിമയ്ക്ക് പോകാൻ തിയേറ്ററുകളിൽ ചെന്നാൽ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കേണ്ട. കാരണം അവിടെ ബ്ലാക്ക് ടിക്കറ്റ് എടുത്ത് വിൽക്കുന്നവർ മുതൽ പരിചയക്കാരാണ്.
അവർ ചോദിക്കാൻ സമ്മതിക്കത്തില്ല, പോക്കറ്റടിക്കാർ അതിന് സമ്മതിക്കത്തില്ല. ടിക്കറ്റ് എത്രണ്ണോ വേണ്ടതെന്ന് ചോദിച്ച് നമുക്ക് കൊണ്ടുതരും. അങ്ങനെയൊക്കെ ഉള്ള നിലയിൽ നിന്നും ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാനിടയായി. ഞാൻ ഏറ്റവും വെറുത്തിരുന്ന ആ നിലവാരത്തിലേക്ക് തന്നെ ദൈവം എന്നെ എത്തിക്കുവാൻ ഇടയായിട്ട് പ്രിയപ്പെട്ടവരെ പറയട്ടെ. അങ്ങനെ ആ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ഞാനൊരു സുവിശേഷകനായി എന്ന് പറയുന്നതാണ് സത്യം. ആരാനും കൃത്യമായിട്ട് ദൈവസഭയിൽ കടന്നു പോകും. ദേവദാസന്റെ കൂടെ അനേക ഇടങ്ങളിൽ അദ്ദേഹം പറയുന്ന ഇടങ്ങളിലൊക്കെ കടന്നു ചെന്ന് സാക്ഷ്യം പ്രസ്താവിക്കും, ഇങ്ങനെ സുവിശേഷം പറയും. അങ്ങനെ മുൻപോട്ട് കടന്നുപോയി രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ ലഭിക്കുന്ന നന്മയൊക്കെ ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ക്ഷേത്രം പണിക്ക് വേണ്ടിയിട്ടും ഒക്കെ ചിലവാക്കിയെങ്കിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ലഭിക്കുന്ന വരുമാനം എത്രത്തോളം ദൈവവേലയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാമോ അതായിരുന്നു എൻ്റെ ഒരു സന്തോഷം. എന്നാൽ അതിനുശേഷം അനേക ദേവദാസന്മാരിലൂടെ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ കണ്ടിരിക്കുന്നതാണെന്നും ദൈവം എന്നിലൂടെ ചെയ്യിക്കാൻ പോകുന്ന ശുശ്രൂഷകളെ കുറിച്ചും ഒക്കെ ദൈവിക ആലോചന എന്നെ അറിയിക്കുവാനിടയായി. ഞാൻ ഞങ്ങളുടെ പാസ്റ്റർ ഉൾപ്പെടെ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ബൈബിൾ കോളേജിൽ പോകണം പഠിക്കാൻ. ഞാൻ ആ വിഷയത്തിന് വേണ്ടി ഉപസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. എന്നാൽ പലരും എന്നോട് പറഞ്ഞു, ഒരു കൂട്ടർ എന്നോട് പറഞ്ഞു, ബൈബിൾ കോളേജിൽ പഠിക്കണ്ട, കർത്താവ് കൃപ തന്ന് ശുശ്രൂഷയ്ക്ക് ഇറക്കിക്കൊള്ളു. ചിലർ പറഞ്ഞു ദൈവം പഠിക്കണമെന്ന് പറഞ്ഞു. ഏതായാലും വന്ന ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിലെ പുനലൂർ ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന ടി വർഗീസ് സാറിന്റെ തിരുവല്ലയിലുള്ള RCTS ബൈബിൾ കോളേജിൽ ഞാൻ പഠനം ചേർന്നു. ഈവനിങ് ക്ലാസ്സിൽ ഞാൻ ചേർന്നു. ആ പഠനം അങ്ങനെ തുടർന്ന് വരുമ്പോൾ തന്നെ കർത്താവിന്റെ വേല ചെയ്യും. ടീമായിട്ട് ഞങ്ങൾ പരസ്യ മീറ്റിങ്ങുകൾക്ക് പോകും. എവിടെ സുവിശേഷം അറിയിക്കാൻ അവസരം കിട്ടിയാലും അവരോടൊക്കെ ഞാൻ സുവിശേഷം അറിയിക്കും. അപ്പോൾ പലരും എന്നോട് പറഞ്ഞു, ജോലി വിടണ്ട, ജോലി കളയരുത്, ദൈവം തന്ന ജോലിയാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു അസംതൃപ്തി എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം അഖിലാമിസിലെ ജോലി എന്ന് പറഞ്ഞാൽ കള്ളത്തരം പറയാതെ, പ്രവർത്തിക്കാതെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് 10 രൂപ നമുക്ക് വാങ്ങാൻ പറ്റത്തില്ല. കേസിന്റെ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും കള്ളത്തരം, അത് എൻ്റെ മനസാക്ഷി എന്നെ വിലക്കുവാനിടയായിരുന്നു. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഉപസിച്ചു, ജോലി വിടണമോ എന്നുള്ള കാര്യത്തിന് വേണ്ടി ദൈവാത്മാവിനോട് സംസാരിക്കണം. അങ്ങനെ ഞാൻ വക്കീലാഫീസിൽ ഒരു ബൈബിൾ വെച്ചിട്ടുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബൈബിൾ വായിച്ചിട്ടാണ് പോകുന്നത്. വക്കീലാഫീസിൽ ചെന്നാൽ ബൈബിൾ വായിച്ചിട്ട് ബാക്കി ജോലി തുടങ്ങത്തുള്ളൂ. കോടതിയിലേക്ക് പോകുമ്പോൾ ഞാൻ ബൈബിൾ വായിച്ചിട്ട് ഇറങ്ങത്തുള്ളൂ. തിരിച്ചു വരുമ്പം ബൈബിൾ വായിച്ചിട്ട് ഇറങ്ങത്തുള്ളൂ. കോടതിയിൽ കേസിന് വരുന്ന കക്ഷികളോടൊക്കെ ഞാൻ സുവിശേഷം പറയും. അനേകരുടെ കേസുകളൊക്കെ ഞാൻ അത് രമ്യമായി പരിഹരിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അപ്പോഴൊക്കെ ഞാൻ ഇത് പറഞ്ഞതുപോലെ ദൈവവചനം വായിക്കാൻ ഇങ്ങനെ തുറക്കുമ്പോൾ എങ്ങനെ തുറന്നാലും എനിക്ക് സദൃശവാക്യം 10-ാം അധ്യായമേ കിട്ടത്തുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവ് ഈ ജോലി വിടണമോ, എന്നോട് സംസാരിക്കണം. അതിന്റെ ആദ്യത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, ജ്ഞാനിയായ മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, ഘോഷനായവനോ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു. ഈ ഒരു വാക്യം വായിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമേ തോന്നിക്കുന്നു പറയുന്നത്. ഞാൻ ഉടനെ ദിവസം അടച്ചു വെക്കും. പിന്നെ ഞാൻ വേറൊരു ഭാഗം മറിക്കാൻ വേണ്ടി ഇങ്ങനെ തുടർമാനമായിട്ട് ഇങ്ങനെ പോന്നു. ഞാനൊരു വിശ്വാസിയായിട്ട് തന്നെ ഇങ്ങനെ ഒരു 4 വർഷത്തോളം മുൻപോട്ട് കടന്നുപോയി. അതിനിടയിൽ കുഞ്ഞിന് ലഭിച്ച സൗഖ്യത്തെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ അനേകടത്ത് സാക്ഷ്യം പറയുവാനൊക്കെ ഇടയായി തീർന്നു. സാക്ഷ്യമൊക്കെ ലഭിച്ചു കഴിഞ്ഞതുകൊണ്ട് ജീവിതത്തിൽ വലിയ ക്രമീകരണമൊന്നും വേണമെന്നുള്ളൊരു ചിന്ത എന്നെ ധരിച്ചില്ല. എന്നാലേ ഞാൻ ജ്ഞാനപ്പെടുവാനിടയായിട്ട് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ചർച്ചിലാണ് ഇപ്പോഴത്തെ സ്റ്റേറ്റ് സെക്രട്ടറി, മലയാളം ഡിസ്ട്രിക്റ്റിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന തോമസ് ഫിലിപ്പ് പാസ്റ്ററാണ് എന്നെ സ്നാനപ്പെടുത്തുവാൻ എനിക്കും ഭാര്യയ്ക്കും ഒരുമിച്ച് സ്നാനം ഏൽക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നു. ചങ്ങനാശ്ശേരി സെക്ഷന്റെ കീഴിലാണ് ഞങ്ങള്. അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹവും താല്പര്യവും ഒക്കെയാണ്. കാരണം ചങ്ങനാശ്ശേരി, ഞാൻ ആലപ്പുഴ ജില്ലയിലെ കുളങ്ങുന്ന് സഭയിലാണ് പോകുന്നതെങ്കിലും ചങ്ങനാശ്ശേരി, എൻ്റെ വീട് ചങ്ങനാശ്ശേരിയിലായതുകൊണ്ട് ചങ്ങനാശ്ശേരി സഭയിൽ നടക്കുന്ന, ടൗൺ ചർച്ചിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലും. എപ്പോഴെങ്കിലും ഞാൻ ചെല്ലുമ്പോൾ ഒരു വ്യക്തിയെ, പുതിയതായിട്ട് രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയെ ഞാൻ കൂട്ടിക്കൊണ്ടില്ല. അതുകൊണ്ട് തോമസ് ഫിലിപ്പ് പാസ്റ്റർക്ക് വളരെ സ്നേഹവും താല്പര്യവും. അദ്ദേഹം എന്നോട് പറയും,
സാബു പുളിക്കുന്ന് ചർച്ചിൽ ദശാംശവും സ്വതന്ത്രകാഴ്ചയൊക്കെ കൊടുത്തു. ഇവിടെ പോരില്ല, ആരാധിക്ക് പോരാൻ ഇത്ര വണ്ടിക്കൂലി മുടക്കി പോകണ്ടല്ലോ, ഇവിടെ പോരാമെന്ന് പറഞ്ഞാലും ഞാൻ പറയും പക്ഷേ അവിടെ എല്ലാം സാധുക്കളായിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ കണക്കാക്കുന്നു, അല്ലെങ്കിൽ അന്നത്തെ നിലയിൽ അവിടുത്തെ ചർച്ചിനെ വെച്ച് നോക്കിയാൽ ഞാനാണ് അവിടുത്തെ, അതുകൊണ്ട് ഞാൻ അവിടോട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ സാരമില്ല, അങ്ങനെ കടന്നുപോയി ഇരുന്നു. പറഞ്ഞതുപോലെ 4-5 വർഷം അതിനിടയ്ക്ക് ഇസ്രായേൽ ജനത്തെ പോലെ നമ്മൾ സൗഖ്യമൊക്കെ വിടുതലൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ പിന്നെയും ദൈവത്തെ മറന്നു പോകുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ ചില ക്രമക്കേടുകളൊക്കെ സംഭവിക്കുവാനിടയായി. അതെനിക്കറിയാം, വീട്ടുകാർക്ക് അറിയത്തില്ല, വീട്ടുകാരുടെ മുന്നിൽ ഞാൻ പരമഭക്തനാണ്. എന്നാൽ 4 വർഷത്തിന് ശേഷം 5 വർഷത്തിന് ശേഷം വീണ്ടും ഒരു നവംബർ മാസത്തിൽ കുഞ്ഞിന് വീണ്ടും ഒരിക്കൽ കൂടി അസുഖമുണ്ടായി. സാധാരണ വരുന്നത് കണക്കുള്ള സീരിയസ് ആയിട്ട് വന്നില്ല എങ്കിലും നേരെ മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വന്നു. അവിടെ ഒരു 10-30 ദിവസം ചികിത്സ കഴിഞ്ഞ് തിരികെ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. അന്നൊക്കെ രാത്രിക്കൊക്കെ എണീറ്റ് പ്രാർത്ഥിക്കുന്ന രീതിയുണ്ട്. ഞാൻ രാത്രിക്ക് ഒരു മണിയായപ്പോൾ ഞാൻ എണീറ്റ് പ്രാർത്ഥിക്കുവാനിടയായി. ഞാൻ പ്രാർത്ഥിച്ചിങ്ങനെ കിടന്നു. ഞാനൊരു മയക്കം പിടിച്ചപ്പോൾ എൻ്റെ പുറയിൽ ഇങ്ങനെ ആരോ അടിക്കുന്നതായിട്ട് 2-3 അടി അടിച്ചു. ഞാൻ ഉണർന്നു. എണീക്കാതെ ഉണർന്ന് കിടക്കുക. ഞാനിപ്പോൾ സംസാരിക്കുന്ന അതേ സൗണ്ടിൽ എനിക്ക് ദൈവശബ്ദം കേൾക്കാം. കർത്താവിനോട് സംസാരിക്കുന്നു, നിന്റെ കുഞ്ഞിന് ആദ്യമായിട്ട് അസുഖമുണ്ടായത് നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്. എന്നോട് സംസാരിക്കുമ്പോൾ അതേ സംഭവം ഇങ്ങനെ ഞാൻ കിടക്കുന്നതിന് നേരെ എതിരെ ഭിത്തിയിൽ ഇങ്ങനെ സ്ക്രീനിൽ വെളുത്തിരയിൽ കാണുന്നത് കണക്ക് ആ സംഭവങ്ങൾ ഇങ്ങനെ എൻ്റെ മുന്നിൽ തെളിഞ്ഞു വരികയാണ്. ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്. വീണ്ടും എന്നോട് ചോദിച്ചു, ഐശുവിന്റെ വാദത്തിൽ വെച്ച് നീ എടുത്ത തീരുമാനം ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട് കർത്താവ്. വീണ്ടും എന്നോട് ചോദിച്ചു, ഇനിയും നീ നിന്റെ ജോലി വിട്ട് എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അത് ചോദിച്ചപ്പോൾ അപ്പോൾ എനിക്കറിയാം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒത്തിരി ആലോചന കേട്ടു. ഇറങ്ങണമെന്ന് ഇങ്ങനെ 2 തേക്കത്തിൽ ജോലി കളയണം ഇങ്ങനെ പലരും പല ആലോചനകൾ പറഞ്ഞതുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്കറിയാം ധാരാളമായിട്ട് സാമ്പത്തികമായിട്ട് ചെലവഴിച്ച് വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് സുവിശേഷ വേല കഷ്ടതയും പട്ടിണിയൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റാരെയും ആശ്രയിക്കാതെ സുവിശേഷ വേല ചെയ്യണം, എൻ്റെ ചിന്ത അതാണ്. അപ്പൊ ജോലി വിട്ടിട്ടുള്ള ഈ ജോലി വിടാം, അത് ശരിയല്ലെന്ന് എനിക്ക് ഉള്ളിൽ ബോധ്യമുണ്ട്. എന്നാൽ കൂലിപ്പണിയെങ്കിലും ചെയ്ത് സുവിശേഷ വേല ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ കർത്താവ് ചോദിച്ചു, ഈ ജോലി വിട്ട് നീ ഇറങ്ങാൻ തയ്യാറാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് ഈ ജോലി വിടാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ഉള്ളിലെ വക്രബുദ്ധിയാണ്. കർത്താവിന് പറഞ്ഞ് ജോലി വിട്ടിറങ്ങാൻ തയ്യാറാണ്, പൂർണ്ണമായിട്ടും എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ തയ്യാറാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഈ ജോലി വിടാൻ ഞാൻ തയ്യാറാണ്. ഈ ജോലി വിട്ടിട്ട് മറ്റെന്തെങ്കിലും ജോലി ഞാൻ ചെയ്യും, അതാണ് എൻ്റെ ഗമ്യം. കർത്താവിനോട് പറഞ്ഞു, ഇനിയും ജോലി വിട്ട് നീ പൂർണ്ണമായും എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നില്ല എങ്കിൽ ഇനിയത്തെ അവസ്ഥ ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞെൻ്റെ മകളെ ഞാനിങ്ങനെ മെഡിക്കൽ കോളേജിൻ്റെ ഒരു വീൽ ചെയറിൽ ഇരുത്തി സ്റ്റെപ്പ് കുന്തി ഇറക്കുന്ന കാഴ്ച കാണുവാനിടയായി. ഞാൻ അവിടെ കിടന്നുകൊണ്ട് ഞാൻ വലിയതായിട്ട് നിലവിളിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ ജോലി വിട്ട് ഇറങ്ങാൻ തയ്യാറാണ്. വീണ്ടും ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ ഞാൻ ജോലി വിടാം. ജോലി വിട്ടാൽ ഇന്നലെ വരെ ഞാൻ ഇവിടെ രാജാവായിട്ട് ജീവിച്ചതാണ്. ജോലി വിട്ടാൽ എൻ്റെ വീട്ടുകാരോടോ എൻ്റെ കൂട്ടുകാരോടോ 10 രൂപ വായ്പ ചോദിക്കുവാൻ എനിക്ക് ഇടവരരുത്. എൻ്റെ ഒരു കണ്ടീഷനാണ് ഞാൻ കർത്താവിനോട് പറയുക. കർത്താവിനെ തിരിച്ചിങ്ങോട്ട് ചോദിച്ചു, ഈ പ്രാവശ്യം നീ ആശുപത്രിയിൽ പോയിട്ട് നിനക്ക് എത്ര രൂപ ചിലവുണ്ട്? ഞാൻ പറഞ്ഞു, ചിലവെനിക്ക് എത്രയാണെന്ന് ഓർക്കുന്നില്ല, എന്നാലും മെഡിക്കൽ കോളേജിലാണെന്ന് പറഞ്ഞാലും ചെന്നപ്പോൾ തലച്ചോറിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടായി എന്ന് പറഞ്ഞ് 48 കുത്തിവയ്പ് എടുക്കണമായിരുന്നു. ഒരു ഇഞ്ചക്ഷന് 750 രൂപ വെച്ച് 48 ഇഞ്ചക്ഷന്റെ വില ഞാൻ 48 ഗുണം 750 എന്നുള്ളൊരു കണക്ക് പെട്ടെന്ന് മനസ്സിലെത്തുന്നു. ഞാൻ പറഞ്ഞു ചിലവ് ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. കർത്താവിനോട് നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞില്ല. ആകെ കൂടി ആശുപത്രിയിൽ പോകുമ്പോൾ 500 രൂപ ഉണ്ടായിരുന്നു. അന്ന് മോളെ കാണിച്ചുകൊണ്ടിരുന്നത് പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലിലെ ന്യൂറോ സർജനായിരുന്ന ഡോക്ടർ സഞ്ജീവനെയാണ്. വീട്ടിൽ പോയി
ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ചങ്ങനാശ്ശേരിയിലുള്ള PNK എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, അവിടേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാൻ, ഞാൻ അവിടോട്ട് വന്ന് നോക്കാമെന്ന് പറഞ്ഞു. മോളെ അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. അദ്ദേഹം വന്ന് കുഞ്ഞിനെ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇവിടെ ICU സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഒന്നുകിൽ പത്തനംതിട്ടയ്ക്ക് കൊണ്ടുവരിക, മുത്തൂറ്റിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എഴുതരാമെന്ന്. മുത്തൂറ്റിൽ പോയാൽ വലിയ സാമ്പത്തികമാവുമല്ലോ. ഞാൻ പറഞ്ഞു വേണ്ട, മെഡിക്കൽ കോളേജിലേക്ക് കിട്ടാൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് മെഡിക്കൽ കോളേജിലേക്ക് പോയത്. എന്നാൽ അന്ന് രാത്രിയിൽ PNKയിൽ 1600 രൂപ ബില്ല് അടയ്ക്കേണ്ടി വന്നു. ഞാൻ 500 രൂപയാണ് എൻ്റെ കയ്യിൽ ആകെ കൂടി ഉള്ളത്. എങ്ങനെ ബില്ല് അടച്ചെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ആശുപത്രിവാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിൽ അല്പം ഭൗതിക നന്മ ബാലൻസ് ഉണ്ട്, പൈസ ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞു കാര്യങ്ങളൊന്നും മുടങ്ങിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു ഇനിയുള്ള നിന്റെ കാര്യം നടത്താൻ എന്നെ കൊണ്ട് കഴിയും. ആമേൻ. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഭാര്യയെ തട്ടി ഉണർത്തി. ഭാര്യ എണീക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മുഴങ്ങാതെ നിൽക്കുക, എൻ്റെ കണ്ണീർ ഒഴുകുന്നുണ്ട്. ഇവിടെ കൂടി ചെക്ക് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. കർത്താവ് എന്നോട് സംസാരിച്ചു, ജോലി വിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്ന് കർത്താവ് പറഞ്ഞെന്ന് പറഞ്ഞു. ഭാര്യ എന്നോട് പറഞ്ഞു അതിനെന്താ, നമ്മൾ സുവിശേഷ വേല ചെയ്യാൻ തീരുമാനിച്ചതാണല്ലോ, നമുക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ ഭാര്യയോട് പറഞ്ഞു സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ കഷ്ടതയും പട്ടിണിയൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ രോഗം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ നടുവിൽ ലാവിഷായിട്ടാണ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത്. വേലയ്ക്കിറങ്ങി കഷ്ടത വരുമ്പോൾ, ദാരിദ്ര്യം വരുമ്പോൾ നീ എന്നോട് പിറുപിറുത്താൽ അത് പിന്നെയും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞാൻ ഭാര്യയോട് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഞാൻ കർത്താവിന്റെ വാക്കിന് 2ാം സ്ഥാനം കൊടുക്കുകയാണ്. നീ തീരുമാനിക്കുക, സുവിശേഷ വേല വേണമോ അതോ ജോലി മതിയോ? നീ പറഞ്ഞാൽ ഞാൻ അതാണ് സ്വീകരിക്കുന്നത്. കാരണം സമാധാനത്തോടെ വേണം വേല ചെയ്യാൻ. ഭാര്യ എന്നോട് പറഞ്ഞു, അവളും കണ്ണീരോടെ എന്നോട് പറഞ്ഞു എന്ത് കഷ്ടം വന്നാലും ഞാൻ സഹിക്കാൻ തയ്യാറാണ്, നമുക്ക് സുവിശേഷ വേല ചെയ്താൽ മതി. ഞാൻ പറഞ്ഞെങ്കിൽ എഴുന്നേക്കാൻ നമുക്ക് കരം കോർത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കരം കോർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പിറ്റേന്ന് രാവിലെ ഞാൻ വക്കീലിനോട് പറഞ്ഞു, സാറേ അത് ഒരു ഡിസംബർ മാസമാണ്, ക്രിസ്മസ് ആകാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്മസിന് ഒരു 10 ദിവസത്തെ കോടതിക്ക് വെക്കേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു ഈ 10 ദിവസത്തെ ഗ്യാപ്പ് കൊണ്ട് ഞാൻ വേറെ പൈസ വാങ്ങിയിട്ടുള്ളതും പെൻഡിങ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ഞാൻ തീർത്തു കൊടുക്കും. ജനുവരി 1-ാം തീയതി മുതൽ ഞാൻ വരത്തില്ല, സാറ് മറ്റാരെങ്കിലും ജോലിക്ക് എടുക്കണമെന്ന്. അഖിലനോട് ചോദിച്ചു, ഇപ്പോൾ തന്നെ 3 ദിവസം ഉപവാസം, 7 ദിവസം ഉപവാസം, 21 ഉപവാസം എന്നൊക്കെ പറഞ്ഞ് നീ പോവല്ലേ, നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ പോകുന്നു, ഇഷ്ടമുള്ളപ്പോൾ വരുന്നു, പിന്നെ അതിന് എന്തിനാ ജോലി കളയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് സാറിനോട് പറഞ്ഞ് വിശദീകരിച്ച് തരാൻ എനിക്ക് പറ്റത്തില്ല. കാര്യം ദൈവം എന്നോട് സംസാരിച്ചു, ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞാൽ സാറിന് അത് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് കാര്യമൊന്നും വിശദീകരിക്കാൻ ഞാനില്ല. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് തീരുമാനിച്ചത്, ഞാൻ ഇനി ജോലിക്കില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, വിശ്വാസം മൂന്ന് നിനക്ക് തലയ്ക്ക് വട്ടായോ എന്ന് ചോദിച്ചു. അല്ല 2 പെൺകുഞ്ഞുങ്ങളല്ലേ, അവരുടെ കാര്യം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊക്കെ കർത്താവ് നോക്കും, സാർ അതോർത്ത് ഭാരപ്പെടണ്ട, ഏതായാലും ഞാൻ 1-ാം തീയതി മുതൽ ജോലിക്ക് വരത്തില്ല. എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞു, പണ്ടേ നിനക്ക് വട്ട, ഇപ്പം അത് ഇച്ചിരി കൂടെ കൂടി, ഉള്ള പണിയും കളഞ്ഞേച്ച് 2-ാം ഇറങ്ങുവാണോ എന്ന് ചോദിച്ചു. എൻ്റെ ഭാര്യയുടെ സഹോദരി അനിയത്തി പറഞ്ഞു, 2-ാം ഇറങ്ങുന്നത് കൊള്ളാം, അവളുടെ വീട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആർത്തുകരയ്ക്കടുത്താണ്. ആർത്തുകര പഞ്ചായത്ത് ഒഴിവാക്കി 2-ാം വരാവുള്ളൂ, ഞങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കർത്താവ് അങ്ങനെ ഇടയാക്കത്തില്ല, ഇനി അഥവാ അങ്ങനെ ഒരു സാഹചര്യം വന്നാലും ഈ ആർത്തുകര പഞ്ചായത്ത് ഒഴിച്ച് വരത്തുള്ളൂ, നിങ്ങൾ ഭാരപ്പെടേണ്ടാകും. എന്നാൽ ആർത്തുകര പഞ്ചായത്ത് ഒഴിച്ച് 2-ാം ജില്ലാവും എന്ന് പറഞ്ഞ സഹോദരിയുടെ വീട്ടിൽ ഇപ്പോൾ ഏത് വിഷയം ഉണ്ടായാലും പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത് എന്നെയാണ്. അവളുടെ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഭാഗ്യം നൽകി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത്, ഞാൻ പലരോടും ഇങ്ങനെ ആലോചന ചോദിച്ചു, എന്ത് ചെയ്യണം, സുവിശേഷ വേല ജോലി വിടണോ, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ. ഏതായാലും ദൈവകൃപയാൽ അന്ന് CBR സാറിന്റെ കോളേജിൽ പഠിച്ചു, ഫീസ് കൊടുത്താണ് പഠിക്കുന്നത്. ജോലി വിട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പഠനം തുടരാൻ സാധ്യമല്ല. പക്ഷേ സാർ എന്നെ ഫീസ് വാങ്ങാതെ പഠനം തുടരാൻ സഹായിച്ചു. അങ്ങനെ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ, ഞാൻ ആ 100 രൂപ
വരുമാനത്തിന് ജോലി ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുക. 3600 രൂപ ബ്ലേഡ് ചിട്ടിക്കാർക്ക് ഞാൻ പൈസ കൊടുക്കണം. ആ 100 രൂപ കൊണ്ട് വീട്ടു ചെലവ് നടക്കണം. 3600 രൂപ ബ്ലേഡ് ചിട്ടിക്കാർക്ക് കൊടുക്കുവാനുണ്ട്. ഈ ചിട്ടിക്കാരെ പേടിച്ച് 100 രൂപയിൽ നിന്ന് 20 രൂപ ഓട്ടോ കൂലി കൊടുത്ത് ഓട്ടോയ്ക്ക് കയറിയാ വീട്ടിലോട്ട് പോരുന്നത്. കാര്യം വഴിയിൽ ചിട്ടിക്കാർ കാണും. അവർ കാണാതിരിക്കാൻ ഓട്ടോയ്ക്ക് കയറിയിട്ട് സൈഡിലെ പടുത അഴിച്ച് കാത്തെടുക്കും, ഞാൻ കടന്നു പോകുന്നത് അറിയാതിരിക്കാൻ. അതിൽ നിന്ന് മറ്റു കാര്യങ്ങളൊക്കെ നടത്തണം. എന്നാൽ എന്നോടുകൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകര്, ഞാൻ മുഖാന്തരം ചിട്ടിക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു കൊടുത്തവര്, ചിട്ടിക്കാരുടെ പൈസ മേടിച്ച എന്റെ സ്നേഹിതരായിട്ടുള്ളവർ തന്നെ, എന്നോട് കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സഹോദരൻ, അദ്ദേഹം ഞാനിങ്ങനെ ചിട്ടിക്കാരെ പാത്ത് നടക്കുക. വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം ഡെയിലി 1600 രൂപ എങ്ങനെ കൊടുക്കാനാ? 100 രൂപ ശമ്പളം ആ കൂടിയുള്ളത്. ചിട്ടിക്കാരെ പാത്ത് നടക്കുന്നത് കണ്ടിട്ട് ഈ മനുഷ്യൻ, എൻ്റെ കൂടെ എൻ്റെ സഹോദരൻ, ഈ ചിട്ടിക്കാരനോട് പറഞ്ഞു, അവൻ നിങ്ങളെ പാത്ത് ഇന്ന റൂട്ടിൽ കൂടാണ് വരുന്നത്. അപ്പൊ ഞാൻ ഒളിച്ചു പോകുന്ന വഴിയെല്ലാം അദ്ദേഹം സ്കെച്ച് വരച്ച് കാണിച്ചു കൊടുത്തു. ഇന്ന വഴിയെ ചെന്നാൽ എന്നെ പിടിക്കാം. അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച പുളിങ്കുന്നിൽ സഭായോഗത്തിന് പോയതിനു ശേഷം ഞങ്ങൾ അന്ന് ഭാഷയുടെ വീട്ടിൽ തങ്ങി. പിറ്റേന്ന് രാവിലെ വീട്ടിലേക്ക്, ചാനശ്ശേരിയിലുള്ള എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു കവർ പാല് വാങ്ങി കയ്യിൽ ചായ ഇടാൻ ഒരുങ്ങുമ്പോൾ ഞാൻ ദൂരെ നിന്ന് ചിട്ടിക്കാരൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് ഞാൻ കണ്ടു. കാര്യമൊരു വിഷയം പറയാതെ ഞാൻ പറഞ്ഞു, എനിക്ക് ചായ എടുക്കണ്ട, ഞാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ നേരെ ഒരു ഊട് വഴി പോവാ. ആ വഴി രണ്ടേ രണ്ട് വ്യക്തികളാണ് ആ വഴി ഉപയോഗിക്കുന്നത്. കാരണം സഞ്ചാരയോഗ്യമല്ല. ഒന്ന് ചിട്ടിക്കാരെ പേടിച്ച് ഞാനും, പിന്നെ വേറൊരു സ്നേഹിതൻ, അവനിച്ചിരി വളഞ്ഞ വഴിയൊക്കെ ഉള്ള, രാത്രിയിലൊക്കെ വരുന്നത് അവൻ ആ വഴിയൊക്കെ. അപ്പൊ ഈ ഞങ്ങൾ രണ്ടുപേരാണ് ഈ വഴി ഉപയോഗിക്കുന്നത്. കാരണം പാമ്പും പഴുതാരയൊക്കെയുള്ള ദുർഘടമായ ഒരു വഴിയാണ്. ആ വഴിയിലൂടെ ഞാൻ ചെന്നു. പക്ഷെ എനിക്ക് വക്കീൽ ഓഫീസിലേക്ക് കയറാൻ പറ്റിയില്ല. പുറമേയുടെ ഭാഗത്ത് ഒരു ലൈബ്രറി ഉണ്ട്. ഞാൻ ആ ലൈബ്രറിയിൽ കയറി. ഈ ചിട്ടിക്കാരൻ വന്നത് 2 വീലറിലാണ്. അദ്ദേഹം എനിക്ക് മുമ്പേ തിരിച്ച് വീട്ടിൽ ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ പുറകിലേക്ക് പോയെന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം എന്നെ തിരക്ക് മുന്നേ അവിടേക്ക് വന്നു. എനിക്ക് 11 മണിയായി, എനിക്ക് കോടതിയിൽ പോകേണ്ട സമയമായി. അദ്ദേഹം പോകാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. അവസാനം ഞാൻ ഇദ്ദേഹത്തിന്റെ കണ്ണ് കെട്ടിച്ച് വക്കീൽ ഓഫീസിലേക്ക് ഓടി കയറാൻ പോകുമ്പോൾ ഇദ്ദേഹം ദൂരെ നിന്ന് എന്നെ കണ്ടു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ സിനിമാ ഷൂട്ടിങ് കാണാൻ നിൽക്കുന്നതാണ് വലിയൊരാൾക്കൂട്ടം. ഓടിക്ക് ഇരുവശത്തും ഇങ്ങനെ ഷൂട്ടിങ് കാണാൻ തിരക്ക് കൂട്ടി നിൽക്കുന്നത്. കാരണം എന്നെ എത്തിക്കൊടുത്ത സ്നേഹിതൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ചിട്ടിക്കാരൻ എന്നെ പിടിക്കും, തെറി വിളിക്കുന്നതും എന്നെ അസഭ്യം പറയുന്നതും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അപമാനിക്കപ്പെടുന്നത് കാണാൻ വേണ്ടിയിട്ട് വലിയൊരു നിര ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഓടിപ്പോകുമ്പോൾ ചിട്ടിക്കാരൻ എന്നെ കൈയടിച്ച് വിളിച്ചു, ഇതാ നീ ഓടണ്ട, നീ അവിടെ നിൽക്കും, ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞു. എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ, ഞാൻ വിചാരിച്ചു ഈ റോഡ് ഇങ്ങനെ രണ്ടായിട്ട് പിളർന്ന് ഞാനങ്ങ് താന്നു പോയിരുന്നെങ്കിൽ അത് വലിയ സന്തോഷമായിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഇദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ട് എന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നീ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. ഞാൻ ഈ പാരത്തോടെ നിൽക്കുക. ഈ മനുഷ്യൻ നടന്ന് എൻ്റെ അരികിൽ വന്നു. എന്നോട് ചോദിച്ചാൽ നീ എന്തിനാണ് എന്നെ കണ്ടിട്ട് ഓടിയതെന്ന് ചോദിച്ചു. അത് ചോദിച്ചപ്പോഴേ എൻ്റെ കണ്ണ് നിറഞ്ഞു ഒഴുകി. ഞാൻ പറഞ്ഞു, ലാലിച്ച എന്നാണ് ആ സഹോദരന്റെ പേര്. ഞാൻ പറഞ്ഞു, ലാലിച്ച, നിങ്ങൾക്ക് പൈസ തരാനുള്ള പൈസ തന്നു നിൽക്കാൻ എന്നെ കൊണ്ട് നിവൃത്തിയില്ല. അപ്പൊ നീ ഇതിന്റെ പാത്ത് നടക്കുന്നൊന്നും. ഞാൻ പറഞ്ഞു, നിങ്ങളെ നേരിൽ കണ്ടാൽ ഒരു അവധി പറയണം, പിന്നപ്പോൾ തരാമെന്ന് പറയണം. പക്ഷെ ഞാൻ പറയുന്ന അവധിക്കും തരാനുള്ള സാഹചര്യം ഇപ്പോഴെനിക്കില്ല. അപ്പൊ എത്ര പ്രാവശ്യം അവധി പറയാൻ പറ്റും? അതുകൊണ്ടാണ് നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള വഴി കൊണ്ടാണ് ഞാൻ ഓടി നിങ്ങളെ വിളിച്ചു നടന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞാൽ, നിന്റെ സാഹചര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എന്റെ ചിട്ടിക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഡീസന്റ് ആയിട്ട് പൈസ തന്നുകൊണ്ടിരുന്നത് നീയാണ്. അതുകൊണ്ട് നീ വിഷമിക്കണ്ട. ഈ മനുഷ്യൻ എന്റെ തോളെ തട്ടിയിട്ട് എന്നോട് പറയുക, നീ വിഷമിക്കണ്ട, ഇനി മേലാൽ നിന്നോട് ഞാൻ ഈ പൈസ ചോദിച്ച് നിന്റെ വീട്ടിൽ വരികയോ കോടതിയിൽ വരികയോ എന്നും നിന്നെ അന്വേഷിച്ചു വരത്തില്ല. എന്ന് നിന്റെ കയ്യിൽ ഉണ്ടാകുന്നോ അന്ന് നീ എനിക്ക് തന്നാൽ മതി. ആമേൻ. ഇത് പറഞ്ഞ് ഈ മനുഷ്യന്റെ പോക്കറ്റിൽ നിന്ന് എന്റെ പേഴ്സ് എടുത്ത് തുറന്നു. പേഴ്സിനകത്തൊന്നുമില്ല. അദ്ദേഹം പോക്കറ്റിൽ നിന്ന് 200 രൂപ എടുത്ത് എന്റെ പേഴ്സിനകത്ത് വെച്ച് പേഴ്സ് മടക്കി എന്റെ പോക്കറ്റിൽ എന്റെ തോളെ തട്ടിയിട്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നീ സമാധാനമായിട്ട് പൊക്കോളാം. എന്റെ തകർച്ച കാണാൻ കാത്തു നിന്നവർ, ഞാൻ കടന്നു ചെന്നപ്പോൾ എന്നെ എത്തിക്കൊടുത്ത വഴി പറഞ്ഞു കൊടുത്ത എന്റെ സഹോദരനാണ്. അദ്ദേഹം എന്നോട് ചോദിക്കുക, നീ എന്ത് കൂടോത്രം ചെയ്താണ് ലാലിച്ചനെ മയക്കിയത്? ഞാൻ പറഞ്ഞു, ഞാൻ കൂടോത്രം ചെയ്തില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ലാലിച്ചനോട് ഇടപെട്ടു.
ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ കൃപയാല പൈസയൊക്കെ കൊടുത്ത് തീർക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നു. ഞാൻ കൊടുത്ത് തീർക്കുന്നത് വരെ ആ മനുഷ്യൻ പിന്നീട് എന്നോട് ആ സാമ്പത്തികത്തെ പറ്റി ചോദിച്ചിട്ടില്ല. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഓരോരോ വഴികളെ ഞാൻ പറഞ്ഞ 2009 ജനുവരി മുതലാണ് ഞാൻ ജോലി വിട്ടത്. അന്ന് മുതൽ ഇന്നേ വരെ എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഓരോ ദിനവും അത്ഭുതങ്ങളെ ചെയ്ത് വഴി നടത്തുവാൻ ഇടയായിരുന്നു. പറയട്ടെ, ഇന്ന് പകൽ ഏത് നിലയിലാണോ നിങ്ങൾ ഭാരത്തിലോ ദുഃഖത്തിലോ നിരാശയിലോ ആയിരിക്കുന്നത്, നിങ്ങളുടെ സകല വിഷയങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ കഴിവുള്ള കർത്താവാണ് നമ്മുടെ ജീവനുള്ള ദൈവം. ആ കർത്താവിൽ വിശ്വസിച്ചാൽ വീട്ടിൽ പറഞ്ഞ പോലെ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് വെറുതെ പറഞ്ഞതല്ല, എന്റെ ജീവിതത്തിൽ അത് അനുഭവമായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു തുടർന്നുള്ള എൻ്റെ ജീവിതം ഓരോ ദിവസവും ഞാൻ പറഞ്ഞത് ജോലി വിട്ടും വരുമാനമില്ല, ഞാൻ ഭാരപ്പെട്ടു എങ്ങനെ മുമ്പോട്ട് പോകും. ഭാര്യ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും എന്നോട് പറഞ്ഞു വിശ്വാസമൊക്കെ കൊള്ളാം, പക്ഷെ കുഞ്ഞിന്റെ മരുന്ന് മുടക്കരുത്. എനിക്ക് മറ്റു വരുമാനം ഒന്നുമില്ല. ആ സമയത്ത് എൻ്റെ ഒരു സ്നേഹിതന്റെ ഒരു AGയുടെ ഒരു ചർച്ച ഉണ്ട്, മിത്രക്കരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആലപ്പുഴയിലേക്ക്. അപ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ പ്രവർത്തനമാണ്. അവിടെ അദ്ദേഹത്തോടുകൂടെ ഞാനാണ് ഇപ്പോഴും കടന്നു ചെന്ന് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ടീമായിട്ട് യൂണിവേഴ്സിറ്റി മീറ്റിംഗുകൾ നടത്തുകയും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചു, അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ച് അനേകരോട് സുവിശേഷം പറയാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ചർച്ചയിൽ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്ന ദൈവദാസനോട് കൂടെ വന്ന ഒരു സഹോദരനോട് അച്ഛാ ഇപ്പോൾ എന്നെ പരിപാടിയിൽ വേറെ പരിപാടിയൊന്നുമില്ല, സുശേഷയിലേക്ക് തീരുമാനം ഇരിക്കുകയാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, അച്ഛാ ബൈബിൾ കോളേജ് പഠിക്കുന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് പഠിച്ചു, ഇനിയിപ്പം തന്നെയല്ല ഇനിയിപ്പോൾ പഠിക്കണമെന്ന് ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള സാമ്പത്തികമൊന്നും നമ്മുടെ കയ്യിലില്ല. അദ്ദേഹം എന്നോട് അച്ഛാ സാമ്പത്തികം കൊടുക്കണ്ട അച്ഛാ, സാമ്പത്തികം ഇങ്ങോട്ട് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെവിടെയാണ് സാമ്പത്തികം ഇങ്ങോട്ട് കിട്ടുന്ന ബൈബിൾ കോളേജ്? അദ്ദേഹം എന്നോട് പറഞ്ഞു കോട്ടയത്ത് ഒരു ബൈബിൾ കോളേജ് ഉണ്ട്, തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ് ഉണ്ട്, ഒരു ദിവസത്തേക്ക് 200 രൂപ വെച്ച് 5 ദിവസം കൊണ്ട് 10 ദിവസത്തെ ക്ലാസ്സിന് 2000 രൂപ നമുക്ക് ലഭിക്കും. ഒരു മാസത്തിൽ 2 ആഴ്ചത്തെ ക്ലാസ്. ഞാൻ പറഞ്ഞു എന്നാൽ അത് കൊള്ളാം, ചേരാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവിടെ ഒരു പ്രവേശന പരീക്ഷയുണ്ട്. 50 ചോദ്യം ഉണ്ട്. 50 ചോദ്യങ്ങൾക്ക് 45 ഉത്തരം ശരിയായിട്ട് എഴുതിയാൽ അഡ്മിഷൻ കിട്ടും, അല്ലെങ്കിൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ ബൈബിൾ വാക്യങ്ങളാണ് ചോദിക്കുന്നത്. ആ വാക്യങ്ങളുടെ റെഫറൻസ് ഉൾപ്പെടെ അദ്ദേഹം എനിക്ക് തന്നു. പക്ഷേ ഞാൻ വന്നു നിന്ന് തലകുത്തി നിന്ന് പഠിച്ചു. കാരണം എൻ്റെ ഞാൻ വായിച്ചാൽ പെട്ടെന്ന് എനിക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ 2 ആവർത്തി എഴുതിയാൽ ആ കാര്യം എനിക്ക് ഹൃദയസ്ഥമാകും. പക്ഷെ ഞാൻ 10 ആവർത്തി എഴുതി നോക്കിയിട്ട് പോലും എനിക്ക് ഈ വാക്യങ്ങളൊന്നും അങ്ങോട്ട് പഠിക്കാൻ പറ്റിയില്ല. ഞാൻ അന്ന് പറഞ്ഞ കണക്ക് കോളേജിലെ ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ 49 പേര് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അതിൽ അന്ന് പാസ്റ്റർ അല്ലാത്ത ഒരാൾ ഞാൻ മാത്രം, ബാക്കി എല്ലാ പാസ്റ്റർമാരാണ്, വിവിധ ഡിനോമിനേഷനുകളിൽ നിൽക്കുന്ന ദിവാസന്മാരാണ് സീനിയറായിട്ടുള്ളത്. പക്ഷേ ഒരു മാസം 2000 രൂപ എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സപ്പോർട്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും പഠിക്കാൻ വന്നിരിക്കുന്നത്. അവര് എഴുത്ത് പരീക്ഷ തുടങ്ങി, എല്ലാവരും തകർത്തടിച്ച് എഴുതുക. എനിക്ക് മാത്രം ഒരു വാക്യം പോലും കാണാതെ അറിയത്തില്ല. ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ എന്നാ പിന്നെ പോട്ടെ. ഞാൻ ചോദിച്ചു അറിയാവുന്ന ഏതെങ്കിലും വാക്യങ്ങൾ എഴുതിയാൽ മതി. അപ്പൊ പരസ്യയോഗത്തിന് പോകുമ്പോൾ സ്ഥിരമായിട്ട് പ്രയോഗിക്കുന്ന കുറെ വാക്യങ്ങളുണ്ടല്ലോ, അപ്പൊ അത് എഴുതാമെന്നുണ്ട്. ഞാൻ ചോദിച്ചു അറിയാവുന്ന ഏതെങ്കിലും വാക്യം എഴുതിയാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ പറ്റത്തില്ല, അവർ തന്നിരിക്കുന്ന ഈ റെഫറൻസിന്റെ വാക്യങ്ങൾ മാത്രം എഴുതണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പിന്നെ ഞാൻ പോകാന്ന് പറഞ്ഞപ്പോൾ നിൽക്കേ, എല്ലാവരും കഴിഞ്ഞിട്ട് എല്ലാവരും പോകുന്നുണ്ട്, പോകാമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും എഴുതും, ഞാൻ ചുമ്മാതിരിക്കാം. അപ്പോൾ എനിക്ക് ദൈവം തന്നൊരു കൃപ, എൻ്റെ വളരെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്, അച്ചടിക്കുന്നത് പോലെ എഴുതാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ പേരെഴുതി ഞാൻ എഴുതി തന്നിട്ട് ഒരു വാക്യം, മറ്റൊരുവരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ ഒരു വാക്യം ഞാനിങ്ങനെ പ്രിന്റ് ചെയ്താണ് എഴുതി. അത് മാത്രം എഴുതിയിട്ട് ഞാൻ പേന അവിടെ വെച്ചു. എല്ലാവരും പരീക്ഷ കഴിഞ്ഞു, എല്ലാവരുടെയും പേപ്പർ വാങ്ങി. അപ്പോൾ തന്നെ ഒരു പേപ്പർ നോക്കി 50 വാക്യം ശരിയായിട്ട് എഴുതിയവരുടെ 45 വാക്യം എഴുതിയവരിൽ 12 പേരുണ്ട്. ബാക്കി എല്ലാവരോടും പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു അധ്യാപകനാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. അദ്ദേഹം എൻ്റെ പേപ്പർ എടുത്തിട്ട് ഞാൻ നോക്കിയിട്ട് ഈ പേപ്പർ ആരുടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെയാണ്. പോകരുത്, അവിടെ നിൽക്കാൻ പറഞ്ഞു. ബാക്കി 12 പേര് 45 വാക്യം എഴുതി 12 പേര് നിൽക്കൊണ്ട് എന്നെ കൂടി അവിടെ നിർത്തി. ആ കോളേജിലെ പ്രിൻസിപ്പാളിനോട് ഈ മനുഷ്യൻ പറഞ്ഞു ഇദ്ദേഹത്തെ കൂടി എടുത്തേക്കാം.
അങ്ങനെ ഒരു വാക്യം പോലും കാണാതെ എഴുതാൻ സാധിക്കാതിരുന്ന എനിക്ക് അവിടെ 13ാമനായിട്ട് എനിക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുവാൻ ഇടയായിരുന്നു. ഞാൻ പറയട്ടെ, പ്രധാനദാസിനെ ആ 2000 രൂപ ഇന്നത്തെ 2 ലക്ഷം രൂപയേക്കാൾ എനിക്ക് മൂല്യമുണ്ടായിരുന്നു. ഒരു മനുഷ്യരുടെയും അടുക്കൽ കൈനീട്ടുവാനിടയാകാതെ, വായ്പ മേടിക്കുവാനിടയാകാതെ എൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ എൻ്റെ മക്കളോട് 2 പേരോടും പറഞ്ഞു, മക്കളെ, ഇന്നലെ വരെ നിങ്ങൾക്ക് ആവശ്യം വന്നാൽ എന്നോട് പറഞ്ഞാൽ ചാച്ചന് ജോലി ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നുമില്ല, ജോലിയില്ല. അതുകൊണ്ട് എന്താവശ്യമുണ്ടെങ്കിലും വേളെ അപ്പച്ചനോട് പറയണം, പ്രാർത്ഥിച്ചോണം, പിടിച്ചോണം, അച്ചാച്ചനോട് പറയണ്ട എന്ന് പറഞ്ഞു. ഏതായാലും ദൈവത്തിന്റെ കൃപയാൽ കുഞ്ഞുങ്ങള് ആ വിശ്വാസത്തിൽ വളരുവാനിടയായിട്ടുണ്ട്. എല്ലാ ആവശ്യങ്ങളും ഇപ്പോൾ പലപ്പോഴും ഞാൻ തളർന്നു പോകുന്ന സന്ദർഭങ്ങളിൽ എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എന്നെ ശക്തിപ്പെടുത്തുവാൻ ഇടയായിട്ട്. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ, എനിക്കറിയാം സമയം, ഞാൻ ഒത്തിരി ദൈവം ഓരോ ദിനവും ഞങ്ങളെ വഴി നടത്തുവാൻ ഇടയായിട്ടുണ്ട്. ദൈവത്തിന്റെ കൃപയാൽ ആ ജോലി വിട്ടു പിറ്റേ ഒരു 6 മാസത്തിന് ശേഷം ഒരു സഭയുടെ ശുശ്രൂഷ എനിക്ക് ലഭിക്കുവാനിടയായി. 6 മാസത്തെ അടൂരുള്ള ഒരു സഭയിലെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അവിടെ ദൈവം ചില ശുശ്രൂഷകൾ ചെയ്യിക്കുവാൻ, ദൈവത്തിന്റെ അത്ഭുത വിടുതലുകളെ കാണുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം ഒരു 5 വർഷക്കാലം ഹൈറേഞ്ചിന്റെ പ്രദേശത്ത്, 5 വർഷക്കാലം പാലായില്, ഒരു 3 വർഷക്കാലം കടുത്തുരുത്തിയിലെ ആയിട്ട് സഭാ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് ഭാഗ്യം നൽകി. എൻ്റെ പരിചിതമായ ശുശ്രൂഷ കാലയളവിൽ വലിയ പ്രാതിനിധ്യമൊന്നുമില്ല എങ്കിലും അനേക യൗവനക്കാരെ സുവിശേഷ വേലയിലേക്ക് നയിക്കുവാൻ പിന്മാറ്റക്കാരായിരുന്ന ചില പാഷന്മാരെ ഉൾപ്പെടെ ചിലരെയൊക്കെ ശുശ്രൂഷയിലേക്ക് നയിക്കുവാൻ ദൈവമായ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. ഇതൊന്നും എൻ്റെ കഴിവ് ആയിട്ട് പറഞ്ഞതല്ല, ദൈവത്തിന് നമ്മെക്കുറിച്ച് ഉള്ള പദ്ധതികളെ ദൈവം യഥാവധി നിവർത്തിക്കുന്നത് കണ്ണാലെ കാണുവാനിടയായിട്ട് പറഞ്ഞാൽ ഭാര്യയൊക്കെ പറഞ്ഞതുപോലെ അക്കമിട്ട് ഓരോന്ന് പറയണമെന്ന് പറഞ്ഞു എല്ലാം കുറിച്ച് വെച്ചിട്ട് വേണം പറയാൻ, ഒന്നും വിട്ടുപോകരുതെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കറിയാം എല്ലാം വിട്ടുപോകാതെ പറയാനിരുന്നാൽ ഇന്ന് പകൽ മുഴുവൻ പറഞ്ഞാലും തീരാത്ത ദൈവപ്രവൃത്തികളെ കുറിച്ച് പറയുവാൻ ഉണ്ട്. എന്നാലേ ഒരു ദിവസം ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾക്കൊരു സാധനവുമില്ല. എൻ്റെ ഇളയ പൈതൽ എന്നോട് പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കുക, ദൈവം നമുക്ക് വേണ്ടിയിട്ട് അത്ഭുതം ചെയ്യുന്നു. അന്ന് ഹൈറേഞ്ചിലാണ് ആദ്യത്തെ സഭാശുശ്രൂഷ അവിടെ തുടങ്ങുന്ന ഒരാഴ്ച. അന്ന് ആ സെൻട്രലിലെ മറ്റ് ദൈവാസന്മാരെല്ലാം നാട്ടിൽ നിന്നും വന്ന് ശുശ്രൂഷിച്ചിട്ട് കടന്നു പോകുന്നവരാണ്. പക്ഷെ ഞാൻ മാത്രം കുടുംബമായിട്ട് താമസിക്കുവാൻ കുഞ്ഞുങ്ങളെ TC ഒക്കെ മേടിച്ച് അവിടെ കൊണ്ട് ചേർത്ത്. അപ്പം എന്നോട് കൂടെയുള്ള ദൈവാസന്മാരൊക്കെ എന്നോട് ചോദിച്ചു, എന്ത് കണ്ടിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടതെന്ന് ചോദിച്ചു. എങ്ങനെ ജീവിക്കുമെന്ന് കരുതിയ പ്രസ്ഥാനത്തിൽ നിന്ന് തരുന്ന സപ്പോർട്ട് മാസം 500 രൂപയാണ്, ഇതുകൊണ്ട് എങ്ങനെ കുടുംബം കഴിയുമെന്ന് ചോദിച്ചു. സഭയിൽ നിന്ന് സ്തോത്രകാഴ്ച ഒരു 120 രൂപ കിട്ടും. ഞാൻ പറഞ്ഞു, വിളിച്ചത് കർത്താവാണ്, കർത്താവ് എന്നെ നടത്തിക്കൊള്ളുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു സാധനമില്ല, സാധനങ്ങളെല്ലാം തീർന്നു. അപ്പം അന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനയാണ്. വെള്ളിയാഴ്ച സഭ നമ്മൾ പ്രാർത്ഥിക്കാതെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകാൻ ഇറങ്ങിയപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ചാച്ച പേടിക്കണ്ട ചാച്ച, ദൈവം നമുക്ക് വേണ്ടി കാക്ക അയച്ചുകൊള്ളുന്നു. ഇവര് സ്കൂളിലേക്ക് കടന്നുപോയി, പ്രാർത്ഥനയ്ക്ക് വന്നവർ കടന്നുപോയി. ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് എനിക്ക് ഒരു രോഗിയെ കാണാൻ പോകണം, ഒരു ബന്ധുവാണ് കട്ടപ്പനയിൽ. അദ്ദേഹം ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റിരിക്കുന്ന ആൾ. അദ്ദേഹത്തെ കാണാൻ പോകാനുള്ള ഒരു 200 രൂപ വണ്ടിക്കൂലിയും വേണം. ഒരു മാർഗമില്ല. അപ്പം വൈകുന്നേരം 6 മണി കഴിഞ്ഞു. ഞാൻ ചിന്തിച്ചു, 6 മണി കഴിഞ്ഞ് ഇനിയിപ്പോ കാക്ക വരാൻ സാധ്യതയില്ല, ദൈവത്തിന് ഇനി പ്രവർത്തിക്കാൻ സമയമില്ലല്ലോ, 6 മണി കഴിഞ്ഞല്ലോ, പിന്നെ എങ്ങനെയാണ് വിചാരിച്ചു. മാനുഷികമായിട്ടൊരു ചിന്തയിൽ ഞാൻ വിചാരിച്ചു, എന്റെ ഹൗസ് ഓണറോട്, വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടുടമസ്ഥനോട് ഒരു 200 രൂപ വായ്പ ചോദിക്കാം. ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ ഫോൺ ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞാൽ, പക്ഷേ ഞാനിപ്പോൾ ഏലപ്പാറ ടൗണിൽ നിൽക്കുക, ഞാനിപ്പോൾ വീട്ടിൽ തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ കയറി പൈസ തന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തെ ഫോൺ ചെയ്ത് ഞാൻ ഫോൺ താഴെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ഒരു വലിയ കയറ്റമാണ്, മലയിറങ്ങി 2 പേര് നടന്നു വരും. ഇന്ന് ഒരു CSIയിലെ ഒരു പിതാവും ഇന്ന് ഒരു കത്തോലിക്കലുമാണ്. ഈ CSIയിലെ പിതാവിന് ഒരു പലചരക്ക് കടയുണ്ട്. ഈ മനുഷ്യൻ എനിക്ക് ഒരു ബിക്ഷോപ്പറുമായിട്ടാണ് വരുന്നത്. ബിക്ഷോപ്പർ നിറയെ സാധനങ്ങളുണ്ട്. അദ്ദേഹം നേരെ ഇറങ്ങി വന്ന് വീട്ടിലോട്ട് കയറി വന്നു. പക്ഷേ പ്രേസിലോട് പറഞ്ഞു, സ്വതന്ത്രം പറഞ്ഞു, ഈ സാധനം ഒന്ന് എടുത്താൽ പ്രാർത്ഥിച്ച് അകത്തോട്ട് വെച്ചിട്ട് സഞ്ചി തിരിച്ചു തരാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി?
ഞാൻ ചെറ്റ ഇതന്നെയാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു. പക്ഷെ ഉച്ചയായപ്പോൾ പറഞ്ഞു ദൈവാത്മാവ് എന്നെ സമ്മതിക്കുന്നില്ല. എന്നോട് പറഞ്ഞു ഈ സാധനങ്ങളെല്ലാം എടുത്ത് നിറയ്ക്ക് പാസ്റ്റർ കൊണ്ട് ഇത് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ അത് കൂട്ടാക്കാതിരുന്നപ്പോൾ എന്നെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ തൊട്ടടുത്തുള്ളതാണ് ഈ കത്തോലിക്കയുടെ സഹോദരൻ. അദ്ദേഹത്തെ ഇവിടെ വിളിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങി വരികയാൻ പറഞ്ഞു. ഞാൻ ഏതായാലും പ്രാർത്ഥിച്ച സാധനം വെച്ച് അവരുടെ കൊടുത്തു. വെച്ചിട്ട് സഞ്ചി തിരിച്ചു തരാൻ പറഞ്ഞു. സഞ്ചി തിരിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം എനിക്ക് സ്തോത്രം തന്നു ഒരു 200 രൂപ. അദ്ദേഹത്തോട് സംസാരിച്ചു. ഇത് പ്രാർത്ഥിക്കുന്നത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഹൗസ് ഓണർ വെളിയിൽ വന്നു. ഞാൻ ഇറങ്ങി ചെന്നു. അദ്ദേഹം എനിക്ക് 200 രൂപ തന്നു. ഞാൻ അതിവർ കാണാതെ തന്നെ വായ്പ മേടിച്ചതിൽ അറിയണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ഞാൻ കയ്യിൽ മുണ്ട് എടുത്തിരിക്കുക. മുണ്ടിന്റെ തുമ്പോട് കൂട്ടിച്ചേർത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുക. ആ പൈസ കയ്യിലിരിക്കുമ്പോഴാണ് അദ്ദേഹം പ്രാർത്ഥിച്ച് സഞ്ചി മേടിച്ച് സ്തോത്രം തരുന്നത്. അത് 200 രൂപ. ഞാൻ വിചാരിച്ചു സന്ധ്യ കഴിഞ്ഞു, 6 മണി കഴിഞ്ഞു, ഇനിയിപ്പോ എവിടുന്ന് ഒരു കാക്ക വരാനാ. അപ്പൊ ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയം കഴിഞ്ഞെന്ന മാനുഷ്യമായിട്ട് എന്റെ ചിന്ത. പക്ഷെ എന്നെ അത് ബോധ്യപ്പെടുത്തക്ക നിലയിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയോടെ എന്റെ കണ്ണ് അറിയാതെ കണ്ടു. ഞാൻ വിചാരിച്ചു മാനുഷ്യമായ എന്റെ ചിന്ത കൊണ്ട് വായ്പ മേടിക്കത്തില്ല എന്ന് തീരുമാനിച്ച് ഞാൻ വായ്പ ചോദിച്ചു. പക്ഷെ ദൈവം വിശ്വസ്തനാണെന്ന് തെളിയിക്കുന്ന സന്ദർഭത്തിൽ ജീവിതത്തിൽ ദൈവം കാട്ടിത്തരുവാനിടയായി പറയട്ടെ. അങ്ങനെ അതുപോലെ ഒരു ദിവസം എനിക്കൊരു 500 രൂപയ്ക്ക് ഒരു അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന വക്കീലാഫീസിൽ ഒരു വക്കീല് എന്നെ എപ്പോഴും വിളിക്കും. എന്നോട് പറഞ്ഞു ജോലി ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട, വക്കീലാഫീസിലോട് വരണ്ട, ഞാൻ അത്യാവശ്യമുള്ള വസ്തു സംബന്ധമായ കേസ് സ്റ്റേ മേടിക്കാനുള്ള കേസൊക്കെ ഞാൻ വീട്ടിൽ തന്നുവിടാം, വീട്ടിലിരുന്ന് എഴുതി ആളുടെ കൊടുത്തു വിട്ടാൽ മതി, ഞാൻ പൈസ അങ്ങ് എത്തിച്ചേക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ജോലി ചെയ്യത്തില്ല എന്ന് തീരുമാനിച്ചില്ല. പക്ഷേ എനിക്കൊരു 500 രൂപയ്ക്ക് അത്യാവശ്യമാണ്. മറ്റു വഴിയൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ കടന്നുപോയി. കോട്ടയത്തെ വഴി പോലെ പഠിക്കാം. കടന്നുകൊണ്ട് തിരിച്ചു വരുമ്പം ഞാൻ തീരുമാനിച്ചു ഈ വക്കീൽ എന്നെ കുറേ ദിവസം കൊണ്ട് ഒരു കേസ് എഴുതാൻ വിളിക്കുന്നുണ്ട്. ഞാൻ ഇദ്ദേഹത്തിന്റെ ശല്യം കൊണ്ട് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എനിക്കറിയാം പെട്ടെന്ന് വേറെ ആരും ചെന്ന് അത് ചെയ്തു കൊടുക്കാൻ സാധ്യതയില്ല. ഇന്ന് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ വിളിച്ചെന്ന് ഈ ഒരു കേസ് കൂടെ ഒന്ന് എഴുതി കൊടുക്കാം. വീട്ടുകാരി ഭാര്യ അറിയണ്ട, അവിടെ തന്നെ ഇരുന്ന് എഴുതി കൊടുത്തേച്ച്. അപ്പൊ ഇന്ന് ചെന്ന അഡ്വാൻസ് ഒരു 500 രൂപ മേടിക്കാം. അവിടെ ഇരുന്ന് അത് എഴുതി കൊടുത്തിട്ട് ആ കാര്യം ചെയ്ത് കൊടുത്തേച്ച് വീണ്ടും പണി അവസാനിപ്പിച്ചാൽ ഇനി മേലെ വഴി ചെയ്യത്തില്ല എന്ന് തീരുമാനിച്ചു. ഞാൻ ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് മാർക്കറ്റ് റോഡ് നടന്നു വരിക. പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് ഇടത്തോട്ട് തിരിയുന്ന ഒരു റോഡ് വക്കീലിന്റെ വീട്ടിലോട്ട് നടന്നു പോകാം. ചങ്ങനാശ്ശേരി ടൗൺ AG ചർച്ചിലെ ഒരു വിശ്വാസമുണ്ട്, ഷാജി ചായ എന്ന് പറയും. അദ്ദേഹത്തിന് ചിങ്ങോൻ ഇലക്ട്രോകെമിക്കൽസിന്റെ അടുത്ത് ഒരു ഹോളോബ്രിക്സിന്റെ കമ്പനിയുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചിങ്ങോനിലേക്ക് പോകാൻ വടക്കോട്ട് MC റോഡ് വടക്കോട്ട് പോകേണ്ട മനുഷ്യൻ, ആ മനുഷ്യൻ ചങ്ങനാശ്ശേരി കവലയിൽ നിന്ന് മാർക്കറ്റിലേക്കുള്ള പടിഞ്ഞാറോട്ടുള്ള റോഡ് വരിക. ഞാൻ നടന്നു പോകുമ്പോൾ എന്റെ തൊട്ട് പുറകിൽ കൊണ്ടുവന്ന് ബൈക്ക് നിർത്തി. എന്നോട് പറഞ്ഞ് സാധിച്ചാൽ ബൈക്കിൽ കയറാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്നോട് ചോദിച്ചു എവിടെ പോവാ? ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് ഞാൻ വക്കീലിലേക്ക് ജോലി നിർത്തിയതാണെന്ന് ചർച്ചയിൽ സാക്ഷ്യം പറഞ്ഞാണല്ലോ, ഇനിയിപ്പം വക്കീലിനെ കാണാൻ പോകാന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലോട്ട് പോവാം. എന്നോട് ചോദിച്ചാൽ പിന്നെ ഇതിലേ പോകുന്നു. ഞാൻ പറഞ്ഞു ഇതിലേ പോയാൽ പച്ചക്കറി ചന്ത വഴി ചെന്നിട്ട് ഒരു ഇടവഴി ഉണ്ട് നടന്നു പോകാൻ, അതിലേ പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നാ കേൾക്കും, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ഞാൻ പറഞ്ഞു എന്റെ ഉദ്ദേശം വേറെ ആയിട്ട് ഞാൻ പറഞ്ഞു ഷായ്ചായ പൊക്കൂ, ഞാൻ നടന്നു പൊക്കോളാം. ഞാൻ ചോദിച്ചു ഷായ്ചാൻ എടുക്കുവാ, ഞാൻ കമ്പനിയിൽ പോകാൻ ഇറങ്ങി. ഞാൻ പറഞ്ഞു കമ്പനിയിൽ പോകാൻ ഇറങ്ങിയിരിക്കുന്നത് ഇതിലേ വരുന്നത്. അതൊക്കെ പറയാം, നിങ്ങൾ കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ നടന്നു പൊക്കോളാം. അദ്ദേഹം എന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടല്ലാതെ പോകത്തില്ല. ഞാൻ ഏതായാലും അദ്ദേഹത്തിന്റെ സ്കൂട്ടറെ കയറിയിട്ട് ഞാൻ പറഞ്ഞു പോകുന്ന വഴിക്ക് ഇടയ്ക്ക് ഇറങ്ങിയാലേ നടന്നു പോകുന്ന വഴി എനിക്ക് വീട്ടിലേക്ക് പോകുന്ന വഴിയെ നടന്നു പോകാം, ഇദ്ദേഹം മാറി കഴിയുമ്പോൾ നേരെ തിരിച്ച വക്കീലിന്റെ വീട്ടിലോട്ട് പോവാം. ഞാൻ ചെന്ന് ഈ പറഞ്ഞ ജംഗ്ഷനിൽ ചെന്ന് ഇറങ്ങി ബൈക്ക് നിർത്തി. ഷായ്ചാൻ എന്നോട് പറഞ്ഞു എന്നാ ശരി സ്തോത്രം. ഞാൻ ചോദിച്ചു ഷായ്ചാൻ സ്തോത്രം പറഞ്ഞ് ഇദ്ദേഹം എനിക്ക് കൈ തന്നത് 500 രൂപ കയ്യിൽ വെച്ചുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു പൈസയൊന്നും വേണ്ട, ഇതണ്ട. ഞാൻ അദ്ദേഹം പറഞ്ഞു അതല്ല, എന്നോട് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു ഞാൻ കമ്പനി പോകാൻ ഇറങ്ങിയതാ. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു ഈ വഴിയെ പോകാൻ പറഞ്ഞു, ഇതിലെ ചെന്ന് നിങ്ങൾക്ക് ഈ പൈസ തരണമെന്ന് ദൈവാത്മാവ് നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വഴിയെ വന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഇതിലെ വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അതിലെ കമ്പനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് നിഷേധിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജോലി വിട്ടു എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ പക്ഷെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം, കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടരുതെന്ന് ഇദ്ദേഹം എന്നോട് വാക്ക്. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് മനുഷ്യമായിട്ട് ചോദിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ അന്നങ്ങനെ ചോദിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണോ നിങ്ങൾ എന്നോട് ചോദിക്കാതിരുന്നത്? ഞാനത് മറ്റൊന്നും ചിന്തിച്ച് പറഞ്ഞല്ല. ഞാൻ 100 കൂട്ടം കാര്യങ്ങളുള്ളതുകൊണ്ട് നിങ്ങളുടെ കാര്യം എപ്പോഴും ഓർക്കണമെന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ അതൊരു ഓപ്ഷൻ കിടപ്പുണ്ടല്ലോ, അത്യാവശ്യം വന്നാൽ ചോദിക്കാം, അതുകൊണ്ട് ചോദിച്ചില്ലെന്നേ ഉള്ളതോ.
ഞാൻ പറയാം ഏതായാലും ഈ പൈസ ഇപ്പൊ നിങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എൻ്റെ കയ്യിൽ ആ പൈസ തന്നു. ഞാൻ അവിടെ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനിടയായി. ഞാൻ വിചാരിച്ചു ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, ഭാര്യ പോലും അറിയുന്നില്ല. ഇന്നൊരു പ്രാവശ്യത്തേക്ക് ചെന്ന് ഈ കേസ് ഒന്ന് ചെയ്തു കൊടുത്തിട്ട് ആ പൈസ മേടിച്ച് ആവശ്യം നിവർത്തിക്കാമെന്ന് വെച്ചപ്പോൾ അതിലേക്ക് വഴുതി വീഴാതെ ദൈവം എനിക്ക് വേണ്ടിയിട്ട് കരുതി. ഞാൻ പറഞ്ഞത് അങ്ങനെ ദൈവിക കരുതലിന്റെ അനവധി സംഭവങ്ങൾ, ദൂതൻ എനിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയ, ദൂതൻ നേരിട്ടിറങ്ങി വന്ന സംഭവം എനിക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ പാലായിൽ താമസിച്ചിരുന്ന വീട് ഒരു പഴയ ബ്രാഹ്മണന്റെ എന്തോ തറവാടാണ്, അത് കത്തോലിക്കൽ വാങ്ങിച്ചിരിക്കുക. അവിടെ പക്ഷെ ആർക്കും താമസിക്കാൻ യോഗ്യമല്ലാത്തത് കൊണ്ട് വേറെ ആർക്കും അവിടെ താമസിക്കാൻ പറ്റില്ല. അവർ പറയുന്നത് പൈശാചിക ശല്യമാണ് എന്നൊക്കെ ആയതുകൊണ്ട് പാസ്റ്റർമാർക്ക് വേണ്ടിയിട്ട് വാടകയ്ക്ക് തുച്ഛമായ 3000 രൂപ വാടകയ്ക്ക് വന്നിരിക്കുക. അതിന്റെ ഭിത്തികളൊന്നും ഈ കല്ലുഭിത്തിയല്ല, തടിയാണ്. വലിയ ചിത്രപ്പണി അറയും നിലവറയൊക്കെ ഉള്ള ഒരു വീടാണ്. കണ്ടാലേ പഴയ സിനിമയിലൊക്കെ പറയുന്നത് ഭാർഗവി നിലയം പോലെ ചെന്ന് കണ്ടാൽ ആരും ഭീതി തോന്നും. നാട്ടുകാരും അങ്ങോട്ട് കയറി വരത്തില്ല, പുറമെ നിന്ന് ഒരു ശല്യം ഉണ്ടാകില്ല, കള്ളന്റെ ശല്യം ഉണ്ടാകില്ല, ഒരു ശല്യവും ഇല്ല. പക്ഷെ ഞങ്ങൾ അവിടെ താമസിച്ചു 2.5 വർഷം ആ വീട്ടിൽ താമസിച്ചു. 49 പാമ്പിനെ അതിനകത്ത് കൊല്ലാനിടയായി. അതിന് തൊട്ട് പുറകിൽ ഒരു ക്ഷേത്രമാണ്. എന്നാൽ ഒരു പാമ്പ് പോലും ഞങ്ങളെ കഴിക്കാനോ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർക്കാനോ കടിക്കാനോ ഒന്നും ഇടയായിട്ടില്ല. കുഞ്ഞുങ്ങൾക്കാർക്കും അതിലൊരു പേടിയും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞത് ആ ഭവനത്തിൽ താമസിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവർത്തനം. കുഞ്ഞുങ്ങളെ സ്കൂളിൽ പഠിക്കുക, പാലായിലെ സ്കൂളിൽ പഠിക്കുകയാണ്. ഒരു ദിവസം ഞങ്ങളുടെ ഹൗസ് ഓണർ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ കറണ്ടിയാർ അടയ്ക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്റെ കറണ്ടിയാർജ് കൂടെ അടച്ചേക്കാമെന്ന് ചോദിച്ചു. അടച്ചേക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ കറണ്ടിയാർജ് അടയ്ക്കാൻ എൻ്റെ പൈസ ഇല്ല. 2 ദിവസം ആ പൈസ കൈ വെച്ചുകൊണ്ടിരുന്നപ്പം കാര്യം എന്നോട് പറഞ്ഞു, ഏതായാലും കൊണ്ട് അദ്ദേഹത്തിന്റെ കറണ്ടിയാർജ് അടയ്ക്കും, നമ്മുടെ ഫീസ് കൂടിയാലും കുഴപ്പമില്ല, ആരും അറിയത്തില്ല. അദ്ദേഹത്തിന്റെ പൈസ എന്നിട്ട് നമ്മൾ അടയ്ക്കാതെ വെച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഫീസ് കൂടിയാൽ നാണക്കേടല്ലേ, പാസ്റ്റർ ഈ പൈസ എന്നിട്ട് അടച്ചില്ല എന്ന് പറഞ്ഞു. നമ്മുടെ പൈസ പിന്നെ ഉണ്ടാകുമ്പോൾ അടയ്ക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഏതായാലും സ്കൂളിലേക്ക്, ഇളയ മോളുമായിട്ട് സ്കൂളിലേക്ക് പോയി. മൂത്ത മോളും അതിലെ വീട്ടിലിരിക്കുക. അപ്പൊ മൂത്തവള് പനിയായതുകൊണ്ട് വരത്തില്ല, അതിന് സ്കൂളിൽ പറഞ്ഞിട്ട് വരാമെന്ന് ഇവിടെ പറഞ്ഞാണ് പോയത്. സ്കൂളിന് തൊട്ടടുത്താണ് എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ഓഫീസ്. അവിടെ ചെന്ന് ഞാനിങ്ങനെ ക്യൂവിൽ നിൽക്കുമ്പോൾ വീട്ടിൽ നിന്നും ഭാര്യ വിളിച്ചു, അച്ഛാ എവിടാന്ന് വെച്ചാൽ അവർ ഞാൻ കല്യാണത്തിനടയ്ക്കാൻ ക്യൂ നിൽക്കുക. അച്ഛനെ അന്വേഷിച്ച ഒരാൾ വന്നു. ഞാൻ ആരാ അത് പറഞ്ഞില്ല. പാസ്റ്റർ ഇപ്പൊ വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഞാൻ ഒരു 3/4 മണിക്കൂറിനകം വരുമെന്ന് പറഞ്ഞു. തിരിച്ച് ഞാൻ വീട്ടിൽ വരുമ്പോൾ ഇതുപോലെ മോൾ എന്നോട് പറയുന്നു, അച്ചാച്ചാ ഹെൽമെറ്റ് വെച്ചൊരു കാക്ക വന്നു പറഞ്ഞു. ഭാര്യ എന്നോട് പറയുന്നു, അച്ഛാ നമുക്ക് വേണ്ടി ഒരു ദൂതൻ ഇവിടെ വന്നു. അവൾ പറഞ്ഞത് ഒരു എൻഫീൽഡിന്റെ ബുള്ളറ്റ് ഇത്രയും ഹൈറ്റ് വീറ്റുള്ള ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതേപോലെ നല്ല ആരോഗ്യദൃഢഗാത്രനായ ഒരു മനുഷ്യൻ, ഭയങ്കര രാജാനുബാഹുവാണ്. അദ്ദേഹത്തിന് മുഖം നല്ല തേജസ് ഉണ്ട്. പക്ഷെ ഹെൽമെറ്റ് ഊരിയിട്ടില്ല അദ്ദേഹം. അവിടെ നിന്ന് ഭയങ്കര ഗംഭീരമായ ശബ്ദത്തിൽ അദ്ദേഹം ചോദിച്ചു, ഭാഷ എങ്ങനെ ചോദിച്ചു. ഭാഷ ഞാനത് പോയത് എന്നാ ഞാൻ പിന്നെ വന്ന് കണ്ടോളാമെന്ന് പറഞ്ഞു. ബൈക്ക് തിരിച്ച ആ മനുഷ്യൻ വീണ്ടും ബൈക്ക് തിരിച്ചിട്ട് വന്ന് സൗകര്യം ഒന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു. ഇറങ്ങി വന്നേച്ച് 2000 രൂപ എവിടെ ചോദിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞു, അത് പാസ്റ്റർക്ക് അറിയാം, പാസ്റ്ററെ കൊടുത്താൽ മതി, ഞാൻ പാസ്റ്ററെ വന്ന് കണ്ടോളാമെന്ന് പറഞ്ഞു. കാര്യം പറയുന്നത് ഇപ്പോൾ അതിനുശേഷം അവിടുന്ന് താമസം മാറി പോന്നിട്ട് ഒരു 4-5 വർഷമായി. ഈ ഞങ്ങൾ പോകുന്ന വഴിക്കെല്ലാം ഒരു ബൈക്കിന്റെ ബുള്ളറ്റിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാം ഭാര്യയും ഇരുന്നു. അവളെ ചോദിച്ചാ ഞാൻ അന്ന് വന്ന ആ മനുഷ്യനെയാണ് നോക്കുന്നത്. ശരിക്കും ഞാൻ പറഞ്ഞു വിശ്വസിക്കുന്നു അതൊരു ദൂതൻ തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞത് നമ്മുടെ ഉള്ളിലെ ഞരക്കം പോലും അറിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൽ വിശ്വസിച്ചവരാരും രക്ഷിക്കപ്പെട്ടു പോകാൻ ദൈവം ഇടയാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇനിയും പ്രിയപ്പെട്ടവരെ പറയട്ടെ, ഞാനിപ്പോൾ ഒരു 11 വർഷമായിട്ട് ഇന്ത്യ എവരി ഹോം ക്രൂസൈഡിന്റെ മിഷണറി ആയിട്ട് വർക്ക് ചെയ്യുക. കർത്താവ് പൂർണ്ണ സമയ വേലയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചു. ആഴ്ചയിൽ ഒരു പുകഴ്ചയ്ക്ക് പറയുമല്ല, ആഴ്ചയിൽ 7 ദിവസവും ഞാൻ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്നു. ഈ 2023 144 പേരെ ഞാൻ മുഖാന്തരം രക്ഷയിലേക്ക് നയിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. കോവിഡ് കാലത്ത് 2019 213 പേരെ രക്ഷയിലേക്ക് നയിക്കാൻ കർത്താവ് ഭാഗ്യം നൽകി. 100 കണക്കിന് ആത്മാക്കളെ നേടുവാൻ ദൈവമായ കർത്താവ് എനിക്ക് ഭാഗ്യം. ഞാൻ പറഞ്ഞത് തിങ്കൾ മുതൽ ശനി വരെ ഞങ്ങൾക്ക് വീടുകൾ സന്ദർശിച്ച് സുവിശേഷം അറിയിക്കുന്നതാണ്. ഞങ്ങൾ ഇന്ത്യ വെൽഫെയർ ക്രൂസൈഡിനെ കുറിച്ച് വാട്സപ്പിലുണ്ടാവും. ആ ശുശ്രൂഷ ചെയ്തു വരുന്നു. ഇപ്പോൾ ഞങ്ങൾ മൂവാറ്റുപുഴ ഏതായാലും
ദൈവത്തിന്റെ വാഗ്ദത്തം പോലെ ദൈവം എന്നെ നിർത്താതെ ഓടിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ദേവദാസിനോട് ആലോചന പറഞ്ഞു, ഇനി ട്രെയിനിൽ നിന്നും ബസ്സിലേക്ക്, ബസ്സിൽ നിന്നും ട്രെയിനിലേക്ക്, ട്രെയിനിൽ നിന്നും പ്ലെയിനിലേക്ക് കയറിയിട്ടില്ല. എന്നാൽ നിർത്തലില്ലാതെ ദൈവം ഓടിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളെ. അതുപോലെ വെൽക്കം ക്രൂസൈഡിന്റെ പ്രവർത്തനം, സഭയുടെ ശുശ്രൂഷ, ഞായറാഴ്ച ആരാധന കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 ടീമുണ്ട്. 2 ടീമിന്റെ പരസ്യ മീറ്റിങ്ങുകളും ഭവന സന്ദർശനങ്ങളും. അങ്ങനെ ഫുൾ ടൈം കർത്താവിന്റെ വേല ചെയ്യുവാൻ ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിന് വേല. എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അവരും എവിടെ അവസരം ലഭിക്കുന്നു അവിടെയൊക്കെ കർത്താവിന് ധൈര്യസമേതം, ഞാൻ ധൈര്യപ്പെടാത്ത ചില വ്യക്തികളോട് പോലും ഭാര്യ ധൈര്യത്തോടെ സുവിശേഷം തന്നെയാണ്. തമ്പുരാൻ തന്നൊരു കൃപ അതാണ്. ആത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നിട്ടുണ്ട്. ആരോട് സംസാരിച്ചാലും അവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നു. ദൈവം ചെയ്ത വലിയ അത്ഭുത വിടുതലിന്റെ ഒത്തിരി സാക്ഷ്യങ്ങളെ പറയാനുണ്ട്. പക്ഷേ പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയണത് ഞാനത് ഒരു ആത്മപ്രശംസയാണെന്നോ പുകഴ്ചയ്ക്ക് പറയുവാണെന്നോ ഒക്കെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ ഇടയിൽ. എന്നാലേ ദൈവം ചെയ്ത നന്മകളെ കുറിച്ചും ദൈവം ചെയ്ത വിടുതലുകളെ കുറിച്ചും എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. ദൈവം ഇന്നുവരെ അതിശയകരമായിട്ട് അത്ഭുതകരമായിട്ട് നടക്കുന്നു. എനിക്ക് സമ്പാദ്യമൊന്നുമില്ല. ദൈവം പറഞ്ഞില്ലേ, കർത്താവ് പറയണത് എത്ര വലിയ ആവശ്യമായിരുന്നു അത്ര സമയത്തെ നടക്കത്തുള്ളൂ, അതിന് മുമ്പേ കിട്ടത്തില്ല. ഞാൻ അതിന് ശേഷം 10 രൂപ ബാലൻസ് കെട്ടൊക്കെ നിലയിലും തരത്തില്ല. കൃത്യത്തിന് കൃത്യമല്ലാതെ ഒരു കാര്യമല്ല ജീവിതത്തിൽ. അതൊരു വലിയ. അപ്പൊ ഭാര്യ എന്നോട് പറയും, പണ്ട് പൈസ ദൈവം തന്നപ്പോൾ ഒത്തിരി ലാഭിഷായിട്ട് ചെലവഴിച്ചല്ലേ, അതുകൊണ്ട് തമ്പുരാൻ അറിയാം, ഇപ്പൊ തന്നാലും പ്രയോജനമില്ല. അതുകൊണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ കൃത്യമായിട്ട് തരും. പ്രാർത്ഥിച്ച് മേടിക്കുവാൻ ദൈവമായ കർത്താവ് ഭാഗ്യം തന്നു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണെന്ന് നമ്മൾ ചിന്തിച്ചാലും അതിന്റെയൊക്കെ പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശവും ദൈവിക പദ്ധതിയും. ഒരുപക്ഷെ ശത്രു നമുക്ക് വേണ്ടിയിട്ട് തിന്മയ്ക്കായിട്ട് ചെയ്യുന്നതിനെ പോലും അത് നന്മയ്ക്കായിട്ട് മാറ്റി ദൈവിക പദ്ധതിയാക്കി തീർക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചാൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. നമ്മൾ വിശ്വസ തിരുവഴുത്ത് ഇങ്ങനെയാ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ. ദൈവം വസിക്കുന്നത് വലിയൊരു ബിൽഡിങ്ങിലോ കെട്ടിടത്തിലോ പള്ളിയിലോ ക്ഷേത്രത്തിലോ മോസ്കിലോ ഒന്നുമല്ല. നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നാം നമ്മുടെ പാവങ്ങളെ കർത്താവിനോട് ഏറ്റു പറഞ്ഞു നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടിയിട്ട് തുറന്നാൽ, യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചാൽ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ ഇടയായി. നാം ഭാരപ്പെടുന്ന ഏത് വിഷയങ്ങളിലും അലേലിയാസ്വം സ്വർഗത്തെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. അത് ഒന്നല്ല, ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ എനിക്ക് പ്രസ്താവിക്കാനുണ്ട്. എന്നാൽ ഇത്രത്തോളം സമയം എനിക്ക് അനുവദിച്ചു തന്ന ദൈവദാസനോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങളുടെ സകല വിഷയങ്ങൾക്കും പരിഹരിക്കുവാൻ മതിയായ ദൈവമാണ് യേശു കർത്താവ്. യേശു കർത്താവ് ഒരു മതത്തിന്റെ വക്താവല്ല. യേശു കർത്താവ് ഒരു മതം സ്ഥാപിക്കാൻ വന്ന ആളല്ല. ഒരു സമുദായത്തെ പ്രത്യേകമായിട്ട് വിടുവിക്കാൻ വന്ന ദൈവമല്ല. സകല മാനവരാശിയെയും അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവമായ കർത്താവ് മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നു. പാപത്തിന് നാം അനുഭവിക്കേണ്ടിയിരുന്ന ശിക്ഷ കർത്താവ് ശരീരത്തിൽ ഏറ്റുവാങ്ങി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. ആ യേശു കർത്താവിൽ വിശ്വസിച്ചാൽ, യേശു കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചാൽ നമ്മുടെ സകല വിഷയങ്ങൾക്കും പരിഹാരമാകും. പാപത്തിൽ നിന്ന് മോചനം ലഭിക്കും. മരണാനന്തരമുള്ള നിത്യജീവനും ദൈവമായ കർത്താവ് നമുക്ക് ഉറപ്പ് നൽകുന്നു. അതുകൊണ്ട് ഈ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ നിരാശയിൽ നിന്നും വിടുതൽ ലഭിച്ച് സന്തോഷകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവമായ കർത്താവ് എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുന്നു. ദാസൻ എത്രത്തോളം സമയം തന്ന കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയെ അറിയിക്കുന്നു. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാബു ജോസഫ്. ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് ലോകപ്രകാരം മാന്യമായ ശമ്പളമൊക്കെ വാങ്ങിച്ച് നല്ലൊരു ജോലി ചെയ്ത് അഡ്വക്കേറ്റുമാരുടെ കൂടെ പ്രശസ്തരായ ആളുകളുടെ കൂടെ സഹകരിച്ച് അത്യാവശ്യം ജീവിത സൗകര്യങ്ങളോടുകൂടി ജീവിച്ച ആ ഒരു കാലം. ഇനി മറ്റൊന്നിൻ്റെ ആവശ്യമില്ല, ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് ഒക്കെ വിചാരിച്ച് ജീവിച്ച ആ ഒരു കാലം. ദൈവത്തിനൊരു വ്യക്തിയെ ആവശ്യമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ കൊണ്ടുവരുവാൻ ഒരുപക്ഷെ നേരിട്ട് ദൈവം പറഞ്ഞു കഴിഞ്ഞാലോ മറ്റൊരാൾ മുഖാന്തരം പറഞ്ഞു കഴിഞ്ഞാലോ പലപ്പോഴും നമ്മളതിനെ മുഖവിലക്കെടുക്കത്തില്ല. ഒരു ദൈവവചനം കേട്ടാലോ പ്രാർത്ഥിച്ചാലോ വേറെ ഏതെങ്കിലും ഒരു
സാഹചര്യത്തിലൂടെ നമ്മളോട് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അംഗീകരിച്ചെന്ന് വരത്തില്ല. അങ്ങനെയുള്ള വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് ചില വഴികൾ അതിനുവേണ്ടി ഒരുക്കുവാനിടയായി. കർത്താവിൻ്റെ ദാസൻ്റെ മകൾ അതീവ ഗുരുതരമായ രോഗത്താൽ ഭാരപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും. വൈദ്യശാസ്ത്രം വിധി എഴുതി ഈ മകൾ മരിച്ചു. പല ഡോക്ടർമാരെ റിപ്പോർട്ട് ചെയ്തു ഇവളിനി ഇല്ല എന്ന് തിരിച്ചറിഞ്ഞു. ആ സത്യം അംഗീകരിക്കുവാൻ തയ്യാറായില്ല. ദൈവസന്നിധി കണ്ണുനീരോട് പ്രാർത്ഥിച്ച് കരഞ്ഞപ്പോൾ കർത്താവ് ആ മകൾക്ക് ജീവനെ മടക്കി കൊടുക്കുന്നു. ദൈവദാസൻ തീരുമാനമെടുക്കുന്നു. കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ ഒരു സമർപ്പണത്തിലേക്ക് തീരുമാനത്തിലേക്കും വരും. കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുവാനും ദൈവവുമായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുവാനും ഇടയായി തീർന്ന ആ രംഗങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ ചില അവസരങ്ങൾ ദൈവം ഒരുക്കും. ആ അവസരങ്ങളെ നാം തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ നാം വരുവാൻ തയ്യാറാകുമെങ്കിൽ അധികം വൈകാതെ തന്നെ ദൈവപ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാനിടയായിത്തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. കർത്താവിൻ്റെ ദാസൻ സാബു ജോസഫ് കുടുംബം ഇന്ന് ഇന്ത്യ എവരി ഹോം ക്രൂസൈഡിൻ്റെ ഒരു പ്രവർത്തകരായി, മിഷണറിയായി മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു എന്നറിഞ്ഞതിൽ, പ്രിയപ്പെട്ടവരെ കുടുംബമായ ശുശ്രൂഷ എളുപ്പത്തിലായിരിക്കുന്നു എന്നറിയുവാനിടയായി തീർന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അതുപോലെ ഞങ്ങളെ ശ്രവിക്കുന്ന മനഃശ്രോതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ദൈവഹിതത്തിന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കൂ. കർത്താവേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയിലെ ശ്രോതാക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസൻ സാബു ജോസഫ് ഒരു വാക്കിൽ പ്രാർത്ഥന സഹായിക്കും. പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല മകനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. ദൈവമായ കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ഓൺലൈൻ മീഡിയയിലൂടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് ഒരുക്കിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, വിവിധ ഇടങ്ങളിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പലവിധമായ ജീവിത സാഹചര്യത്തിൽ ജീവിതത്തിൽ നിരാശയുടെ വക്കിൽ ആണ്ടുപോയ വ്യക്തി ജീവിതങ്ങളോട് ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ ദൈവമായ കർത്താവെ, പാപബോധത്താൽ നേറി കഴിയുന്ന വ്യക്തി ജീവിതങ്ങളുണ്ടെങ്കിൽ ആത്മാവിന്റെ രക്ഷ കരസ്ഥമാക്കുവാൻ സാധിക്കാതെ കർമ്മങ്ങളിലും ക്രിയകളിലും ആചാരാനുഷ്ഠാനങ്ങളിലും അഭിരമിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയം കർത്താവിന് വേണ്ടി തുറക്കപ്പെടുവാൻ ദൈവാത്മാവ് അവരുടെ ഉള്ളത്തോട് ഇടപെടേണ്ടതിന് വേണ്ടി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാ നിലകളിലും കർത്താവെ, പ്രിയപ്പെട്ടവരൊക്കെ അനുഗ്രഹം പ്രാപിക്കുവാൻ സ്വർഗം ഇടയാക്കി തീർക്കണം. ആത്മീകമായി, ഭൗതികമായി എല്ലാ നിലകളിലും അനുഗ്രഹം പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ ഒരു അനുഗ്രഹ വിഷയമാക്കി തീർക്കണം. കൃപയിൽ അവിടുന്ന് മറിക്കണം. പ്രത്യേകാൽ ദൈവമായ കർത്താവെ, ഈ അരോമ ടിവിയിലൂടെ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്ന അങ്ങയുടെ അഭിഷിക്തനെയും കുടുംബത്തെ ഓർത്ത് ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു. തന്റെ മേൽ ഫലമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ശുശ്രൂഷകൾ നിറവടിയായി നിവർത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആഗ്രഹിക്കുന്ന എല്ലാ നിലവാരങ്ങളിലും കർത്താവിന്റെ നാമത്തിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തനെയും കുടുംബമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ അവിടുന്ന് മറയ്ക്കണം. പ്രാർത്ഥന കേട്ടവരുടെ സ്തോത്രം. ഞങ്ങൾക്കായിട്ട് ജീവനെ തന്ന യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിക്കും. ആമേൻ. താങ്ക് യു കർത്താനാസൻ പാസ്റ്റർ സാബു ജോസഫ് അവറുകൾ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും വിലപ്പെട്ട സമയവും ചെലവഴിച്ച് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സാക്ഷ്യം പറയാൻ കടന്നു വന്നതിന് കർത്താവ് ദാസുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങൾ ഇത്രത്തോളം ശ്രമിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളുള്ളതായ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദേശം, ഈ വീഡിയോ
നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു വീഡിയോയുമായി വീണ്ടും കാണും. എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com